പറഞ്ഞാ എനിക്ക് സ്ഥലം വിട്ട് ഇച്ചിരി സ്ഥലമുണ്ട്. അതൊന്ന് വിറ്റിട്ട് ഒരു പെര വെക്കണം എന്നുള്ള ഒരു വളരെ 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 നേരത്തെ ഉള്ള ആഗ്രഹം. അതൊന്ന് സാധിച്ചു കിട്ടുവാണെങ്കിൽ വളരെ സ്ഥലം ഉപകാരം. വിൽക്കാനാണോ? അവിടെ സ്ഥലം വിൽക്കാൻ വേണ്ടിയാ. ഓക്കെ, വിറ്റിട്ട് അത് നടക്കട്ടെ. നമ്മുടെ വിജു സാറ് അത് സ്ഥലം വിറ്റിട്ട് അവരുടെ ആ ഒരു അത് നമ്മളോട് ഷെയർ ചെയ്യുന്നത് സന്തോഷത്തോടു കൂടി അവരുടെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ ഷെയർ ചെയ്യാൻ വരുന്നത് നിങ്ങൾ എല്ലാരും വിഷ്വൽ ചെയ്യും. ഇപ്പൊ അത് അതുകൊണ്ടാ കഴിഞ്ഞു, സ്ഥലം വിറ്റു. ഓക്കെ, എന്നിട്ടോടെ ഒരു കല്യാണമൊക്കെ നടത്താൻ നല്ല സ്ട്രോങ് ആയിട്ട് അതാണ്. മുന്നോട്ട്. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങളെല്ലാവരും കല്യാണത്തിന് വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ വിഷ്വൽ ചെയ്യാം അല്ലേ? അങ്ങനെയല്ലേ? ആ റുബീന മാമിനോടും ഷാഗ്ര കെയറിനോടും മാമിനോടും അതെല്ലാം രാവിലെ വൈകിട്ടും മെഡിറ്റേഷൻ തരുന്ന ക്ലാസ് എടുക്കുന്ന എല്ലാവരോടും അതുപോലെ എന്റെ പേര് പറഞ്ഞില്ല. തസ്ലീന ഓക്കെ ഓക്കെ, താങ്ക് യു. മാമിനോടും അതുപോലെ തന്നെ പ്രിയ ഗുരുവായ റബിസായനും നല്ല രീതിയിൽ നേർവഴി കാണിച്ചു കാരണം നന്ദി പറയുന്നു. എല്ലാത്തിനോടും നന്ദി പറയുന്നു. നിർത്തുന്നു മാം. താങ്ക് യു താങ്ക് നന്ദി. യു സോ മച്ച് ബിജു സർ. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ, അടിപൊളി ആവട്ടെ ലൈഫ്. താങ്ക് യു. നന്ദി. ഓക്കെ, സെമീറ ലത്തീഫ്. സെമീറ മാം സംസാരിച്ചു. ഗുഡ് മോർണിംഗ് മാം, തസ്ലീന മാം. ഗുഡ് മോർണിംഗ്. അൽഹംദുലില്ലാ, ഇന്നത്തെ മെഡിറ്റേഷൻ സൂപ്പർ. ഓരോ ദിവസത്തെയും മെഡിറ്റേഷനും മോർണിംഗ് ക്ലാസ് എല്ലാം സൂപ്പറാണ്. അൽഹംദുലില്ലാ, ഇതിൽ എത്തിച്ചേർന്നതിൽ തന്നെ വളരെയധികം സന്തോഷം. എൻ്റെ ഹസ്ബൻഡിന്റെ കാര്യത്തിലാണ് ഞാൻ ഇതിലേക്ക് വന്നതെങ്കിലും എനിക്കും നല്ല മാറ്റങ്ങൾ തന്നെ ഉള്ളത്. എൻ്റെ ഹസ്ബൻഡിന്റെ മെഡിസിൻ പൂർണ്ണമായും ഒഴിവാക്കിയില്ല, അലർജിന്റെ മരുന്ന് പൂർണ്ണമായും ഒഴിവാക്കി. അൽഹംദുലില്ലാ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഹെൽത്തിനായാലും വെൽത്തിനായാലും നല്ല മാറ്റങ്ങൾ തന്നെ ഉള്ളത്. അതുപോലെ എനിക്ക് നല്ല കാലുവേദനയും ഗ്യാസിന്റെ പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം പൂർണ്ണമായി ഒഴിവായി. പിന്നെ ഇതിപ്പോ മെഡിറ്റേഷൻ തുടങ്ങുന്ന സമയത്ത് എന്റെ മോൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, മാം എല്ലാവരും ഒന്ന് വിഷ്വൽ ചെയ്യണം. എന്റെ മോന്റെ ഗൾഫിന്ന് ഒരു ടെസ്റ്റ് ഉണ്ട്, ഡ്രൈവിംഗ് ടെസ്റ്റ്. അതില് ഇന്നാണ് ടെസ്റ്റ് പോലും. അത് ഇപ്പൊ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. മോർണിംഗ് ഇത് മെഡിറ്റേഷൻ നടക്കുന്ന സമയത്താണ് ഇപ്പൊ വിളിച്ചത്. ഇൻഷാ അല്ലാഹ് ഇത് അപ്പൊ പാസ്സായി നിങ്ങൾ കിട്ടും. അതല്ലേ വിഷ്വൽ കൊടുത്തത്? അതാണോ? അത് കൊടുത്തിട്ടുണ്ടായിന്. അത് ഓക്കെ, അത് കൊടുത്തിട്ട് കൊടുക്ക, നിങ്ങൾ അത് കൊടുത്തോണ്ടിരിക്ക. ഓക്കെ. ഇതിപ്പം എന്തായാലും ഇതൊക്കെ നമ്മൾക്ക് മോർണിംഗ് ഇതില് ഇത് കഴിയുന്നതിനുള്ളിൽ തന്നെ വിവരം കിട്ടും. ഇൻഷാ അല്ലാഹ് സന്തോഷത്തിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വിഷ്വൽ ചെയ്ത് തരണം. ഓക്കെ മാം. തീർച്ചയായിട്ടും. ഓക്കെ, അത് നടക്കട്ടെ. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് റെജീന മാം. റെജീന, നിങ്ങൾ വീഡിയോയിൽ വരും കേട്ടോ. വീഡിയോയിൽ വന്നാൽ വളരെ സന്തോഷം. ഗുഡ് മോർണിംഗ്. അൽഹംദുലില്ലാ, നല്ല മെഡിറ്റേഷൻ. എല്ലാവർക്കും നല്ല ഇത് കിട്ടുന്ന റിസൾട്ട് കിട്ടുന്ന മെഡിറ്റേഷൻ തന്നെ. അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ സുഖമില്ലാണ്ടായിട്ട് മിന്നാന്ന് മെഡിക്കൽ കോളേജിലായിരുന്നു. എല്ലാവരെയും വിളിച്ച് വിഷ്വൽ ചെയ്യാൻ പറഞ്ഞ് അൽഹംദുലില്ലാ, ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പെട്ടെന്ന് എത്താനും പറ്റി. അൽഹംദുലില്ലാ, വിഷ്വൽ ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മൾ മനസ്സിൽ ആ ഒരു നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നമ്മൾ എന്താ ഉണ്ടാവുക, നമ്മളിൽ ആ ടെൻഷൻ ഉണ്ടാവുക. അതിന്റെ പകരം നമ്മൾ ഹാപ്പിനെസ് കൊണ്ടുവന്നുകൊണ്ട് മെഡിറ്റേഷനിലേക്ക് വന്നുകൊണ്ട് അത് അതുപോലെ നടന്നതായിട്ട് വിഷ്വൽ കൊടുത്താല് അത് നമ്മൾ ഫീൽ ചെയ്താൽ നമുക്ക് അതുപോലെ സംഭവിക്കും. നമ്മള് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കഴിവൊന്നല്ല കേട്ടോ. നമ്മളെന്തോ സിദ്ധിയാണ് അതൊന്നുമല്ല. അത് നമ്മുടെ ദൈവത്തിൽ നിന്ന്, നമ്മുടെ സൃഷ്ടാവിൽ നിന്ന് നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ആരാണോ അല്ലെ ആ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അല്ലാതെ ആ ഒരു നിങ്ങൾ വിശ്വസിച്ചാല് നമുക്ക് പ്രതിഫലം തരുന്നതാണ്. ആ ഒരു ട്രസ്റ്റ് നമ്മള് എന്താ പറയാ, ഭരമേൽപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതങ്ങോട്ട് വിട്ടുകൊടുക്കുക. എനിക്ക് അത് നടക്കും എന്നുള്ള അതാണ്. അല്ലാതെ നമ്മൾ വിശ്വസിച്ചിട്ട് നടക്കും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ എന്തോ സിദ്ധിയോ കഴിവോ പവറോ ഒന്നും അല്ല. അല്ലെ, നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ ആ ട്രസ്റ്റോട് കൂടി, ആ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന്റെ ഭാരം ഉണ്ടാക്കി, കാരണം നമുക്ക് അവിടെ ഡൗട്ട് വരുന്ന എന്താണ്, നമ്മള് വിഷമിക്കുന്ന എന്തുകൊണ്ടാണ്, അയ്യോ ഒന്ന് നടക്കൂലേ എന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പൊ അതങ്ങോട്ട് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ നമ്മളിൽ അത് നടക്കും അല്ലേ. അപ്പൊ അതാണ് മാജിക്.
ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഹസീന മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. അൽഹംദുലില്ലാ, EFT വന്നതിന് ശേഷം ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, ആദ്യം അള്ളാഹെ സ്തുതിക്കുന്നു. പിന്നെ റഫീഖ് സാറിനോടും എല്ലാ PCമാർക്കും നന്ദി. പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ട്. എന്റെ മോനൊരു ഫുട്ബോളറാണ്. അവന് വിദേശത്ത് നല്ല ഫുട്ബോൾ കളിക്കാനും നല്ല ജോലിയും കിട്ടി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതാണ് ഇപ്പൊ എന്റെ ഗോള്. അൽഹംദുലില്ലാ, എല്ലാവരും വിശ്വസിക്കുക. താങ്ക് തീർച്ചയായിട്ടും. യു. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അത് നടന്നതിന് അഡ്വാൻസ് കൺഗ്രാറ്റുലേഷൻസ് പറയാ. ഓക്കെ, നെക്സ്റ്റ് രതീഷ് സർ പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നല്ലൊരു മെഡിറ്റേഷൻ തന്നതിന് അതിന് നന്ദി പറയട്ടെ. അതുപോലെ ഈ ഒരു ഗ്രൂപ്പിൽ എത്താൻ പറ്റിയത് തന്നെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് കാണുന്നു. ഈ ഒരു ഗ്രൂപ്പിലെത്തിയതിനു ശേഷമാണ് സെൽഫ് ലവ് അതുപോലെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. സെൽഫിനെ കുറിച്ച് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ഈ ഒരു ഗ്രൂപ്പിൽ വന്നതിന് ശേഷമാണ് സെൽഫ് ലവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെ ഈ ഒരു കോഴ്സിന്റെ അഡ്വാൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ PCമാരായ ബിന്ദു മാം, അതുപോലെ ഫസ്ലേത്ത് മാം, സത്യ മാം, അതുപോലെ ബാക്കി എല്ലാ ക്ലാസ് എടുക്കുന്ന എല്ലാ PCമാർക്കും PSSന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഞാൻ നന്ദി പറഞ്ഞു. അതുപോലെ ഈ ഒരു EFT ക്ലാസ് തന്ന നമ്മുടെ റഫീഖ് സാറിന്, ഗ്രേറ്റ് ഗുരു റഫീഖ് സാറിന് PSSന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു. അതുപോലെ ഈ ഒരു അവസരം എനിക്ക് വേണ്ടി എത്തിച്ചു തന്ന തങ്കോണി മാഡത്തിന് PSSന്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ എല്ലാവരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യത്തിൽ 100% ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റിയതിൽ സർവശക്തിനോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. രതീഷ് സാറിന്റെ എല്ലാ ആഗ്രഹങ്ങളും വളരെ എളുപ്പത്തിൽ സാധിക്കട്ടെ. ഒക്കെ ഒരുപാട് കുറച്ച് നാളായി തോന്നുന്നു താങ്ക് യു മാം. ഇവിടെ ആരൊക്കെ കമന്റ് ഇടുന്നുണ്ട് കണ്ടിട്ട് കുറച്ചായല്ലോ എന്ന്. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കാനും ആളുകളുണ്ട് അല്ലേ? നമ്മുടെ ഫാമിലിയിൽ നിന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാത്ത ആ ഒരു ശ്രദ്ധയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോ എന്താണ്, നമ്മളെ പരിഗണിക്കാനുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ഇപ്പൊ ചില ആളുകള് കോഴ്സിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു നമ്പർ കൊടുക്കുന്നത്, ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. കോഴ്സിനെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ എന്തൊക്കെ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യും. കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുക്കേണ്ടത്, വേറെ ആരും കൊടുക്കരുത് കേട്ടോ. ഓക്കെ, നമ്മുടെ കോഴ്സിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ നമ്പർ കൊടുക്കുക. അല്ലാത്തവർ ഞാനിപ്പോൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ആരാണ്? നമ്മുടെ ഖദീജ മാം. Good morning, ma'am. Good Good morning to morning. all. Happy morning, happy. Alhamdulillah. എനിക്ക് ആദ്യം പറയാനുള്ള ഈ ഒരു EFT ഒരു കുടുംബത്തിലേക്ക് വരാൻ കഴിഞ്ഞതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. പിന്നെ എനിക്ക് പറയാനുള്ള എനിക്ക് വലിയൊരു പുതിയൊരു സന്തോഷം. എനിക്ക് വേണ്ടപ്പെട്ട രണ്ടാൾ ഈ ഒരു EFT ഫാമിലിയിലേക്ക് കൊണ്ടുവരണം എന്ന് അത്യാഗ്രഹം എന്ന് പറയാലോ, ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ ആഗ്രഹിച്ചു, അൽഹംദുലില്ലാ അവർ ഇതിലേക്ക് ജോയിൻ ആയി. അവരെ ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അവരെ ഞാൻ നന്ദി പറയാണ്. പിന്നെ ഈ ഇന്നലെ ഒരുപാട് ആൾക്കാർ, എത്ര 138 ഉണ്ടല്ലോ, എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയാണ്. ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് തന്നെയാണ്, ഞാൻ പോസിറ്റീവ്സ് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, നെഗറ്റീവ്സ് തോട്ട് ഒന്നും എനിക്കില്ല. ഞാൻ ആരോ എന്തോ പറയുകയാണെങ്കിൽ ഒക്കെ ഞാൻ നെഗറ്റീവ്സിനെ ഞാൻ പുറന്തള്ളാൻ പറയും, പോസിറ്റീവ്സിനെ മാത്രം ഞാൻ ചിന്തിച്ചോളിയാ നടക്കും, ആഗ്രഹിച്ചോളൂ അത് നടന്നിരിക്കും എന്ന് പറയും. ഇന്ന് ഞാൻ എൻ്റെ ഗോള് സെറ്റ് ചെയ്തു, നടന്നു. എൻ്റെ തസ്ലീന മീമിന് ഹൃദയത്തിന്റെ അടിത്തട്ടിന് നന്ദി പറയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഗുരു റഫീഖ് സാറിന് അതിനേക്കാൾ ഹൃദയത്തിന്റെ ആഴത്തിലേ നിന്നും ഞാൻ നന്ദി പറയാണ്. അൽഹംദുലില്ലാ. എല്ലാവർക്കും നന്ദി. താങ്ക് യു മാം, താങ്ക് യു.
താങ്ക് യു ടു താങ്ക് ഓൾ. യു സോ മച്ച്. ഒരുപാട് സന്തോഷം ഖദീജ മാം പറഞ്ഞ ആഗ്രഹം സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അത് നമ്മുടെ വിഷ്വലൈസേഷന്റെ പവറാണ് കേട്ടോ. ഖദീജ മാം പറഞ്ഞിരുന്നു ഒന്ന് വിഷ്വലൈസ് ചെയ്യണേ മാം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് എന്റെ എന്നല്ല, നിങ്ങളുടെ ആ ഒരു ആഗ്രഹമാണ്, അതിന്റെ കൂടെ പവറാണത്. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുക. അതുപോലെ ഒരുപാട് ഖദീജ മാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ആ ഫീലിങ്സ് ഒക്കെ ആ ഒരു സന്തോഷത്തോടു കൂടി ഫീൽ ചെയ്യുന്ന അത് തന്നെയാണ് നമ്മളിൽ ജീവിതത്തിൽ സംഭവിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ് ഖദീജ മാം. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളെ ഇതുപോലെ നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഖദീജ മുഹമ്മദ്. ഖദീജ മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ആദ്യമായി തന്നെ EFT കുടുംബത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് അൽഹംദുലില്ലാ. ഞാൻ 7th ബാച്ചിലായിരുന്നു. എൻ്റെ കാലിന് വേദന മുഴുവൻ കയറിയത്. 2ാമത്തെ ക്ലാസ് കേൾക്കുമ്പോഴത്തേനും എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി. അൽഹംദുലില്ലാ. ഞാനും ഇതുപോലെ വേദന അനുഭവിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞ് 6 പേര് ഇത് കയറിയവർക്കൊക്കെ നല്ല ആശ്വാസമാണ്. അവരുടെ വേദനകൾക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെ നല്ല സമാധാനം ഉണ്ടെന്ന് പറയുന്നത്. അൽഹംദുലില്ലാ, കേട്ടപ്പോൾ സന്തോഷം. ഇനി ഒരുപാട് പേരെ അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെ കുറിച്ച് കൂടുതൽ പേര് ഇവർക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രിയ റഫീഖ് സാറിനും ടീച്ചർമാർക്കും എല്ലാവർക്കും നന്ദി. പിന്നെ ഇന്നത്തെ മെഡിറ്റേഷൻ ശരിക്കും എല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കോഴ്സ് ചെയ്ത് എല്ലാം സാധിക്കണമെന്ന് വിഷയം ചെയ്യണം. കുറേ പ്രശ്നങ്ങളുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് ഖദീജ മാം. നല്ല മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അല്ലെ. നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, എന്നിട്ട് വർക്ക് ചെയ്യട്ടോ. പണിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കുക എന്നല്ല, നമ്മൾ അതിലേക്ക് സ്റ്റെപ്പുകൾ വെക്കണം അല്ലെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. സാജിദ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ആദ്യമായി EFTയിൽ വരാൻ സാധിച്ചതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഇന്നത്തെ മെഡിറ്റേഷൻ സൂപ്പർ ആയിരുന്നു. മാമിന്റെ ക്ലാസ്സും സാറിന്റെ 4 ക്ലാസ്സും നമുക്ക് കിട്ടേണ്ട ക്ലാസ്സുകൾ തന്നെയാണ് സാറ് ഈ 4 ക്ലാസ്സിലും കൊടുത്തത്. വളരെ സന്തോഷം സാറിനും എല്ലാവർക്കും. പിന്നെ ഞാൻ ടെൻഷനായിട്ടായിരുന്നു ഇതിലേക്ക് വന്നത്. എൻ്റെ ടെൻഷൻ എങ്ങനെ മാറ്റിയാലും ചില സമയത്ത് നല്ല സന്തോഷമായിരിക്കും, ചില സമയത്ത് എന്താണ് എവിടുന്നാണ് ഇത് വരുന്നത് എന്നും കൂടി അറിയില്ല, ആ ഒരു രീതിയിൽ. പിന്നെ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ പറയും ഇങ്ങനെ ടെൻഷനാണ്, അതുകൊണ്ടാണ് പലയാതി അസുഖങ്ങളും ഇപ്പൊ ഈ മെൻസസ് വരുന്ന സമയത്തും ഒക്കെ. അപ്പം എന്താണ് ഇതിന്റെ കാരണങ്ങളൊക്കെ ഇപ്പം ഡോക്ടർ പറഞ്ഞത് ടെൻഷൻ കൊണ്ട് വരുന്നത്. അപ്പൊ ടെൻഷനാണ് നമുക്ക് എല്ലാ രോഗത്തിനും ആദ്യമായിട്ട് ഉള്ളത്, അല്ലാതെ അസുഖങ്ങളല്ല. മെയിൻ ടെൻഷനാണ്. അപ്പൊ ഇത് ഈ EFTയിൽ വന്നതിന്റെ ശേഷമാണ് എനിക്ക് രോഗം എവിടുന്നാണ് വന്നത്, ഏത് രീതിയിൽ വന്നതാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. ഈ EFT മാത്രാണ്. വേറെ ഒരു ഇതിലേക്ക് പിന്നെ കൊണ്ടുപോയിട്ട് ഈ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടൊന്നും മാറിയില്ല. ഗുളിക കഴിക്കേണ്ടി വന്നു. EFTയിൽ വരുന്നതിന്റെ കുറെ മുന്നാണ് ഗുളിക കഴിച്ചു. പിന്നെയാണ് ഞാനൊരു കോഴ്സിലേക്ക് ചേർന്ന്, മറ്റേ സൈക്കോളജി. അതിൽ മറ്റുള്ളവർക്കൊക്കെ ഞാൻ സംഗതിയൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്നാൽപ്പോഴും സ്വയം എനിക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ട ഒരു അവസരം വരുമായിരുന്നു. ഇപ്പം വളരെയധികം സന്തോഷാണ്, സമാധാനമുണ്ട്. ഓരോ ഇതിലും എന്താണ് എന്നുള്ളത് തിരിച്ചറിവ് ലഭിച്ചു. പിന്നെ സെൽഫ് ലവ്, നമ്മൾ സ്വയം സ്നേഹിക്കുക. നമ്മൾ മറ്റുള്ളവര് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. പക്ഷെ ഈ മറ്റുള്ളവരെ നമ്മളെ ഒഴിവാക്കുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റപ്പെടും. നമ്മൾ സ്വയം സ്നേഹിക്കാൻ പഠിച്ചാല് നമ്മൾ മരണം വരെ നമ്മുടെ കൂടെ നമ്മൾ തന്നെയാണ് ഉണ്ടാകുന്നത്. മറ്റാരെന്ത് ഇനി പറഞ്ഞാലും ചെയ്താലും നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മളെ കൂടെ നമ്മളൊപ്പം നമ്മൾ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടായി തീർന്നാല് ഒരു പ്രശ്നവും ഒരു രോഗവും പിന്നെ നമുക്ക് ഉണ്ടാവില്ല. വളരെ സന്തോഷം. കാരണം ഇതിൽ ആരെങ്കിലും ഇങ്ങനെ കാശോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാനും മടിക്കണോലുണ്ടെങ്കിൽ എന്തെങ്കിലും കാണിച്ചിട്ട് ഇതിക്ക് വന്നോടെ. കാരണം ഈ കാശ് ഒരു അധികമല്ല.
നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൗൺസിലിങ്ങിനെ ഇപ്പൊ കൊണ്ടുപോവാണെങ്കിൽ ഏറ്റവും വലിയ രോഗമാണ് നമ്മൾ കാണുന്ന രോഗങ്ങൾ, പനി ഇങ്ങനത്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഇതാക്കി ചെയ്യാം. പക്ഷെ ഈ കാണാത്ത രോഗമാണ് മനസ്സിന്റെ രോഗം. ഈ രോഗത്തിനാണ് നമ്മൾ കൗൺസിലിങ്ങിന് പോവുക. അപ്പൊ കൗൺസിലിങ്ങിന് പോകുമ്പോൾ ഓരോ പോക്കിനും നമുക്ക് ചുരുങ്ങിയത് ഒരു 6 പോക്ക് ഇതെങ്കിലും പോകേണ്ടി വരും. അപ്പൊ ഓരോന്നിനും ഗുളിക ആയിട്ടും പിന്നെ മറ്റേ ഫീസും ഇതൊക്കെ പാടെ നോക്കുമ്പോൾ നമുക്ക് ഒരു കൊല്ലത്തിനൊക്കെ ഗുളിക എന്തായാലും കഴിക്കേണ്ടി വരും. 1 കൊല്ലം കഴിച്ചാൽ മതിയാവില്ല. ആ സമയത്ത് നമ്മൾ പൈസ കണക്ക് കൂട്ടൂല. കാരണം പിന്നെ മാസം ദിവസം അങ്ങനെ ആവുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കൂല. ഇത് നമ്മൾ ഒറ്റയടിക്കാട് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് പിന്നെ നമ്മളെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണിത്. ഈ ഒരു ചെറിയൊരു സംഖ്യ നമുക്ക് ഇപ്പൊ ഈ എന്താ ഷുഗറിന് പലയാതി മരുന്നുകളും ഉണ്ട്. എന്താ ഹൈക്കോഫി മറ്റേ ഇതിനൊക്കെ നമ്മള് ഒരു പിന്നെ 3000 എത്രയാണ് അതിന്റെ ഇത്. അത് 1 കുപ്പി 2 കുപ്പി എല്ലാം ഒന്ന് കുടിച്ചാലൊന്നും അസുഖങ്ങൾ മാറൂല. ഷുഗർ നോർമൽ ആവില്ല, ഷുഗർ ഒരു ലെവലിൽ അങ്ങനെ പോകുന്നുള്ളൂ. പക്ഷെ പൂർണ്ണമായിട്ടും ഷുഗർ മാറണ ഒരേ ഒരു മരുന്ന് EFT മാത്രമേ ഉള്ളൂ. സംഭവം ഞാൻ ഓരോ ഇതിലും ഓരോ ഇത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ ഇതാക്കിയിട്ട് ഞാൻ പറഞ്ഞത് EFT വന്നാല് ഒരു രോഗം പിന്നല്ല. കാരണം ഈ രോഗങ്ങളൊക്കെ ചിന്തകളാണ്. അതോട് മാറ്റി ഒഴിവാക്കിയാല് ഒരു രോഗം പിന്നെ ഉണ്ടാവില്ല. താങ്ക് യു. ഇതൊക്കെ പഠിപ്പിച്ചു തന്നത് സാറാണ്. സാർ പഠിച്ചതുകൊണ്ടാണ് ഈ അവബോധത്തിലേക്ക് എത്താൻ പറ്റിയത്. അപ്പൊ സാറിനും എല്ലാവർക്കും എന്റെ PCA ഹലീമ മാമാണ്. എല്ലാവർക്കും ആരോടൊക്കെ നന്ദി പറയേണ്ടത് എനിക്കറിയില്ല. എല്ലാ മേഖലയിലും എനിക്ക് എല്ലാവരോടും സപ്പോർട്ടും എല്ലാം ഉണ്ട്. താങ്ക് യു. സന്തോഷം. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ് കേട്ടോ സജിത മാമിന്റെ. വളരെ സന്തോഷം. നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതുപോലെയുള്ള മാറ്റങ്ങൾ അനുഭവിച്ചറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ താഴെ തന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മുടെ രാജലക്ഷ്മി മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആൻഡ് താങ്ക് ഗോഡ്, താങ്ക് യൂണിവേഴ്സ്. എനിക്ക് ആദ്യം സന്തോഷം പറയാനുള്ളത്, എന്റെ വീട്ടിൽ ഇന്നലെ 2 പേര് ജോയിൻ ചെയ്തു. അങ്ങനെ 2 പേരിൽ നിന്ന് മാത്രം 8 പേരായി എന്റെ വീട്ടിൽ നിന്ന് മാത്രം. അതിൽ നിന്ന് തന്നെ കേൾക്കുന്നത് ആരൊക്കെയാണ്? എന്റെ ഇളയ ബ്രദർ രാജീവിന്റെയും മായയുടെയും 2 മക്കള് ഇന്നലെ ജോയിൻ ചെയ്തു. ഒരുപാട് സന്തോഷം. ഞാൻ എപ്പോഴും പറയും സ്റ്റുഡൻസിന്, അതായത് ഒരു 15 വയസ്സൊക്കെ ആകുന്ന കുട്ടികളെ ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അവര് ഒന്നിലും വിഷമിക്കേണ്ട ഒരു പ്രശ്നമേ ഉണ്ടാവത്തില്ല. അവരുടെ എല്ലാ പഠിപ്പിലായാലും പിന്നെ അങ്ങോട്ടുള്ള കരിയറിലായാലും പിന്നെ വരുന്ന വിവാഹ ജീവിതത്തിലായാലും എല്ലാത്തിനും പോസിറ്റീവായിട്ട് തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് പോകും. ഒരുപാട് സന്തോഷം. എനിക്കിതിൽ വന്ന് ഹൈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കേൾക്കാത്തവർ കേട്ടോളൂ, കിണറ്റിൽ ചാടിയ ആളാണ് ഞാൻ, ആഴമുള്ള കിണറ്റിൽ. അതിൽ നിന്നാണ് ഞാൻ എത്തിപ്പെട്ടത് EFT. പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേ ഇല്ല. മരുന്ന് നിർത്തി, ഒരുപാട് കാലം കഴിക്കണമെന്ന് പറഞ്ഞ് മരുന്ന് നിർത്താൻ പറ്റി. നല്ല ഉറക്കം, അതാണ് ഞാൻ ആദ്യം പറയുന്നത്. നല്ലോണം ഉറങ്ങും, ഡീപ്പായിട്ട് ഉറങ്ങുന്നു. പിന്നെ എൻ്റെ ബിസിനസ് ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മകനും നല്ല ഹാപ്പിയാണ് ഇപ്പോൾ. അവന്റെ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് മാറ്റമുണ്ട് അവന്. പിന്നെ ഇനിയിപ്പോ അടുത്ത് വരാനുള്ളത് എന്റെ ഹസ്ബൻഡാണ്. വന്നുകൊണ്ടിരിക്കുന്നുണ്ടറിയാൻ വരുത്തും. ഇത്രയും വർഷം കൈവിടാതെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് വരുത്തും ഞാൻ. പിന്നെ ഞാൻ വന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഞങ്ങളെ അവിടെ താമസിക്കണം, വിറ്റ് മാറണം എന്നൊരാഗ്രഹം എന്റെ മനസ്സിലുണ്ട്. അതാണ് ഫസ്റ്റ്. പിന്നെ മകന്റെ വിവാഹം, ഇത് രണ്ടും ഇങ്ങനെ ബാലൻസിൽ പോവാണ്. ഒരുപാട് സന്തോഷം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറിന്റെ പുസ്തകത്തെ കുറിച്ച് പലരും പറയുന്നത് കിട്ടുന്നില്ല അങ്ങനെ, പക്ഷെ അത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, എങ്ങനെ മേടിക്കണം എന്നോട്. അതെല്ലാവരും കോഴ്സ് ചെയ്ത് എല്ലാവരും അത് വായിക്കണം. ഞാൻ എന്നും ഇങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ഇങ്ങനെ വായിക്കും. അപ്പോഴാണ് ഇതെങ്ങനെ നമുക്ക് ആഴത്തിൽ ഇത് എങ്ങനെയൊക്കെ ചെയ്യണം അതൊക്കെ മനസ്സിലാവുന്നത്. എല്ലാവരും വായിക്കുക. പിന്നെ രഹസ്യം, ഇത് രണ്ടും വായിക്കുക. നമ്മുടെ ജീവിതം ധന്യം. EFT ആണ് എല്ലാ പ്രശ്നത്തിന്റെയും സൊല്യൂഷൻ. അസുഖങ്ങൾക്കായാലും ബന്ധങ്ങൾക്കായാലും കരിയറിനായാലും എന്തിനും ഏക സൊല്യൂഷൻ EFT മാത്രമാണ്. ഈ പൈസ വലുതാണെന്ന് ആരും വിചാരിക്കരുത്. നമ്മുടെ കോടികൾ നഷ്ടമാവാതെ നമുക്ക് ജീവിതത്തിൽ മെച്ചപ്പെടാൻ
പറ്റും ഈ ഒരു ഫീസ് കൊടുത്ത് നമ്മൾ ഇതിൽ ജോയിൻ ചെയ്താൽ എന്ന് മാത്രം ഞാൻ പറയുന്നു. സൂപ്പർ മെഡിറ്റേഷൻ, മാമിന്റെ ക്ലാസ്സുകൾ സൂപ്പറാണ്. റഫീഖ് സാറിനും ടീമിനും എൻ്റെ ശ്രീലേഖ മാമിനും എല്ലാവർക്കും ഈ ടീം ഈ നമ്മുടെ ഈ കുടുംബത്തുള്ള എല്ലാവർക്കും ഞാൻ ഹൃദയം തൊട്ട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ നെക്സ്റ്റ് ടൈം രാജലക്ഷ്മി മാം വരുമ്പോ ഇതുപോലെ ഷെയർ ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡ് വന്നു, എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ അഡ്വാൻസിന് വരണം. ഞാനിലും രാജലക്ഷ്മി മാമും സാറും കൂടെ ഒരുമിച്ചിരുന്ന് അഡ്വാൻസ് ചെയ്യുന്നത് എന്ത് രസമായിരിക്കും അല്ലേ? ഓക്കെ, അത് വിഷ്വൽ ചെയ്യൂ കേട്ടോ. അപ്പൊ ബാക്കിയൊക്കെ നമ്മളിലേക്ക് വരും. ഓക്കെ, നമ്മുടെ ഫാമിലി ഹാപ്പി ആകുമ്പോൾ ബാക്കിയൊക്കെ വളരെ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ കുറെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച് രാജലക്ഷ്മി മാം. റുക്കിയ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാനിതൊക്കെ 11th ബാച്ചിലാണ് വന്നത്. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ വന്നിരുന്നു, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വന്നിരുന്നു. പിന്നെ ഇപ്പൊ വരികയാണ്. അപ്പൊ എനിക്ക് കുറെ മാറ്റങ്ങളുണ്ട്, മാനസികമായിട്ടും ഒക്കെ മാറ്റങ്ങളുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടാണ് വന്നിരുന്നത്. പിന്നെ എനിക്ക് ഇതീ വന്നാരെ കുറെ അവയർനെസ് കിട്ടിയെന്ന് പറഞ്ഞ സ്വയം സ്നേഹിക്കുക എന്നുള്ളത് ആ ഒരു കാര്യം അറിയില്ലായിരുന്നു. ചെറുതായിട്ടൊക്കെ അറിയുന്നല്ലാതെ എത്രയും അർത്ഥവ്യാപ്തിന്റെ ഒരു കാര്യമാണ് എന്റെ സാറിന്റെ ക്ലാസ് എന്നാണ് മനസ്സിലായത്. ഭയങ്കരമായിട്ട് സ്വന്തം സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്ക് കിട്ടാനും ഉള്ളതാണ് സ്നേഹം എന്ന് വിചാരിച്ച സ്വയം സ്നേഹിക്കാന് അതിനെ പറ്റി അറിയില്ലായിരുന്നു. പിന്നെ എന്ന മാതിരി ഈ നന്ദി പറയാന്ന് പറയുമ്പോ നമ്മള് പറയണുണ്ട്, അൽഹംദുലില്ലാ എന്നൊക്കെ പറയണുണ്ടെങ്കിലും കൂടിയിട്ട് ഒരു ദിവസം നേരം വെളുത്ത് രാത്രി ആകുമ്പോത്തിന് കിടക്കുമ്പോത്തിന് ഓരോ ശ്വാസത്തിൽ പറഞ്ഞാലും തീരാത്തത്ര നന്ദി നമ്മൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അതൊന്നും ഓർക്കൂല നടക്കുമ്പോൾ. അങ്ങനെ ചെയ്തു പോകണുണ്ടെന്നല്ലാതെ അതിനെപ്പറ്റി ഒന്നും ആദ്യം ചിന്തിക്കാറില്ലായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ വല്ലാത്തൊരു ഭാഗ്യം കിട്ടി. പിന്നെ ഇതിൽ വന്നതുകൊണ്ട് ആദ്യമായിട്ട് അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ. എല്ലാ പേസിമാർക്കും പിന്നെ അതിന് വല്ലാതെ നന്ദി ഞാൻ പറയുന്നുണ്ട്. എന്റെ പേസിയെ പിന്നെ റുബീന മേമാണ്. ഒപ്പത്തിനൊപ്പം എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന മേമാണ്. എല്ലാ കാര്യങ്ങളും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞ സ്പോട്ടിൽ തന്നെ ഒക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി തരും. അതിനൊക്കെ പിന്നെ വളരെ സന്തോഷമുണ്ട്. അപ്പൊ റുബീന മേമിന് നന്ദി പറയാണ്. അങ്ങനെ ഒരു ഇത് വല്ലാത്തൊരു സന്തോഷമുണ്ട് ഇതിൽ വന്നതുകൊണ്ട്. ഓക്കെ, സന്തോഷം. അപ്പൊ ഇനി ഒരുപാട് സന്തോഷം ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. മോന്റെ കല്യാണം കഴിഞ്ഞതായിട്ടൊന്ന് ഞാന് അതൊക്കെ ഇങ്ങനെ അതാണ് എനിക്ക് വലിയൊരു കോളായിട്ട് ഇപ്പൊ ഞാൻ വെച്ചത്. ആയിക്കോട്ടെ. അതിന്റെ അടിപൊളിയായിട്ട് നടക്കട്ടെ കേട്ടോ. സൂപ്പർ ആയിട്ട് നടക്കും. ഒക്കെ ഇൻഷാ അല്ലാ. സാദിയ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. അസുഖത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ EFT വന്നതിന് ശേഷം ഡിപ്രഷനും ആൻസൈറ്റീസും അസിഡിറ്റി, മൈഗ്രെയിൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ എത്ര വർഷങ്ങളോളം ബുദ്ധിമുട്ടിയ ഒരാളാണ്. ഡിപ്രഷൻ കാരണം സൈക്കാട്രിസ്റ്റിനെ വരെ കാണിക്കേണ്ടി വന്നു. എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞ് ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്ന ഞാനൊരു ബിസിനസ്സും കൂടെ നടത്തിയായിരുന്നു അന്ന്. അതെല്ലാം ഡള്ളായി പോയെന്ന് പറഞ്ഞ് വളരെ വിഷമത്തിൽ ഇരിക്കുമ്പോഴാണ് EFTയിൽ ഫേസ്ബുക്കിലൂടെ കയറിയത്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. എത്ര പറഞ്ഞാലും മതി വരത്തില്ല. സാറിന്റെ ക്ലാസ്സിലൂടെ എന്റെ 5 വർഷം കൊണ്ട് കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ ഗുളികകളും ഞാൻ മാറ്റി. ഒരു ഗുളികയും കഴിക്കുന്നില്ല. പിന്നെ അതുപോലെ എന്റെ ആ ഗാർഡനാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. അൽഹംദുലില്ലാ, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് പേർക്ക് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിച്ചു. പിന്നെ ഞാൻ വിഷ്വൽ ചെയ്ത് വേറൊരു സംരംഭം തുടങ്ങി. ഒരു അച്ചാർ ബിസിനസ് ആയിരുന്നു. അതിപ്പോ ഒരുപാട് പേര് അറിഞ്ഞ് പുറം ലോകമായിട്ട് അറിഞ്ഞ് ഒരുപാട് പേർക്ക് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. എന്റെ മോന്റെ ആഗ്രഹം അനുസരിച്ച് അവന് ജർമ്മനി പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള സമ്പത്ത് ഞങ്ങളിൽ ഇല്ലായിരുന്നു. പക്ഷെ വിഷ്വൽ ചെയ്ത് അഫർമേഷന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ആ 18 ലക്ഷം രൂപ എന്റെ കയ്യിൽ എങ്ങനെ വന്നെന്ന് അറിയത്തില്ല. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അവൻ ജർമ്മനി പോയി 4 മാസമായി. ജോലി ജോയിൻ ചെയ്തു. ശമ്പളം വരാൻ തുടങ്ങി. പോയ കുറച്ച് കടങ്ങളൊക്കെ തീർക്കാനൊക്കെ പറ്റി. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. പിന്നെ എന്റെ ഗാർഡനോട് ചേർന്നൊരു കടയുണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും അത് പുറത്ത് കൊടുക്കാനിരിക്കുകയായിരുന്നു. ഞാൻ വിഷ്വൽ ചെയ്ത് ആ വിഷ്വലൈസേഷന്റെ പവർ അത്ര ഇതാണ്. വിഷ്വൽ ചെയ്ത് ആ കട എനിക്ക് ഇന്നലെ തരാമെന്ന് പറഞ്ഞ് താക്കോല് തന്നു. അൽഹംദുലില്ലാ. അതിൽ നല്ലൊരു ജ്യൂസ് സ്റ്റാൾ തുടങ്ങാനാണ്, വെറൈറ്റി ജ്യൂസിന്റെ ഒരു സംരംഭം കൂടെ തുടങ്ങാനാണ് എന്റെ ആഗ്രഹം.
ഇതിലൂടെ വിഷ്വലിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ. പിന്നെ മെനഞ്ഞാന്ന് തസ്ലിമ മാമിന്റെ ആ ഓപ്പണത്തോടെ ആ ഒരു ക്ലാസ് സൂപ്പർ ആയിരുന്നു. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിലൂടെ നേടാൻ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. എന്റെ PC റുബീന മാമാണ് ഫുൾ സപ്പോർട്ടായിരുന്നു എപ്പോഴും. ഞങ്ങളുടെ ബാച്ച് 25ാം ബാച്ചാണ്. ഷമീറിന്റെ നേതൃത്വത്തിൽ ഇന്നും ഞങ്ങൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്ത് നല്ല രീതിയിലുള്ള മെഡിറ്റേഷൻ, അഫർമേഷൻ എല്ലാം തന്ന് നല്ല അവയർനെസ്സും തന്ന് നല്ല രീതിയിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അൽഹംദുലില്ലാ. ഈ പ്രാവശ്യത്തെ റമദാനൊക്കെ സൂപ്പർ ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാ നോമ്പുകളും തറാവീഹ് നമസ്കാരവും ദുആ എല്ലാം ഈ ക്ലാസ്സിലൂടെ മുന്നോട്ട് പോകാൻ പറ്റി. ഇതിനെല്ലാത്തിനും റഫീഖ് സാറിനോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. തസ്ലിമ മാം എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു. എല്ലാ കാര്യങ്ങളും നേടി ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി പോകാൻ പറ്റുന്നു. കുടുംബ സന്തോഷത്തോടുകൂടി പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. ആര് വരാൻ ഉദ്ദേശിക്കുന്നു എത്രയും പെട്ടെന്ന് ഇതിൽ ജോയിൻ ചെയ്യണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു മാം, താങ്ക് യു. കൺഗ്രാചുലേഷൻസ് സാദിയ മാം. ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, പ്രാക്ടീസിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, അവരൊരു ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, അച്ചാറിന്റെ ഒക്കെ. അപ്പൊ അതും സക്സസിലേക്ക് എത്തട്ടെ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. കൺഗ്രാചുലേഷൻസ്. മോന്റെ കാര്യം അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും അല്ലേ? നമ്മൾ ഇതുവരെയൊക്കെ ഇങ്ങനെ പോയില്ലേ, അത് അടിപൊളിയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഓക്കെ, മുഹമ്മദ് മാസ്റ്ററിനെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പോഴൊന്ന് ചെയ്ത് നോക്കിക്കേ മുഹമ്മദ് സർ. ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. പറ്റുന്നുണ്ടോ? അതെന്താന്ന് അറിയില്ല കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? സക്കീന മാം. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സൂപ്പർ മെഡിറ്റേഷൻ ആയിരുന്നു മാമിന്റെ. താങ്ക് യു. നല്ലൊരു മെഡിറ്റേഷൻ അതിന് മാമിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. ഞാൻ 10th ബാച്ചിലാണ്. ശ്രീലേഖ മാമാണ് എൻ്റെ മാം. ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു മാം. എല്ലാം മെയിനായിട്ട് ഉറക്കമാണ്. ഉറക്കത്തിന്റെ ഇത് ശരിയായി. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് മാനസികമായിട്ടും എന്തിനും കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ നമുക്ക്. എന്തും ഒരു ടെൻഷൻ ഇല്ല ഇപ്പൊ. അതുപോലെ എൻ്റെ 2 അനിയത്തിമാരും ഞാൻ ലിങ്ക് അയച്ചു കൊടുത്ത് അവർ ഇതിൽ ചേർന്നിട്ടുണ്ട്. അവര് 11th ബാച്ചിലായിരുന്നു. മാമിനും ഈ ക്ലാസ് എടുക്കണ എല്ലാ മാമാർക്കും എൻ്റെ ഹൃദയത്തിന്റെ അടുത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനിയും കൂടുതൽ ആളുകൾ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് കൂടുതൽ ആളുകൾ വരുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സബി മാമിന് ചാൻസ് കൊടുക്കാം. സബി മോൾ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. സാദിയ മാമിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ മെഡിറ്റേഷൻ സൂപ്പർ ആയിരുന്നു. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. വിഷ്വലൈസേഷൻ സൂപ്പർ ആയിരുന്നു. എൻ്റെ ഉമ്മച്ചി ഹോസ്പിറ്റലിലായിട്ട് 1.5 മാസമായി ഈ അസുഖം വന്നതിന് ശേഷം. ഞാനപ്പോഴ ഡോക്ടർക്ക് ചോദിച്ചു ഉമ്മച്ചി എന്നും ശരിയാവും എന്ന് ഡോക്ടർ ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു 7 മാസം കഴിഞ്ഞിട്ട് ഉമ്മച്ചി എഴുന്നേറ്റ് നടക്കണമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ വെച്ച് അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. സാറിന്റെ ക്ലാസ്സിൽ വിഷ്വലൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ അവിടെ എഴുതാനൊന്നും പറ്റത്തില്ലായിരുന്നു. മനസ്സിൽ ഞാൻ വിഷ്വൽ ചെയ്തു ഉമ്മച്ചി 3 മാസത്തിനകത്ത് ഉമ്മച്ചിയെ ഞാൻ എഴുന്നേറ്റ് നടത്തിക്കുന്നു. എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഉമ്മച്ചിയെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന് 7ാം തീയതി അഡ്മിറ്റ് ചെയ്ത് 17ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് വന്ന ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പി ചെയ്ത് ഞാൻ ഉമ്മച്ചിക്ക് പോസിറ്റീവ് എനർജി മനസ്സിൽ ഇങ്ങനെ കൊണ്ടുകൊണ്ടേയിരുന്നു. ഉമ്മച്ചി ചെറുതായി പിടിച്ച് എഴുന്നേക്കും. ഇപ്പൊ ഉമ്മച്ചി പിടിക്കാതെ തന്നെ കുറേശ്ശെ ഒരു 3-4 റൗണ്ടൊക്കെ നടക്കും. അത് അൽഹംദുലില്ലാ അത് നല്ലതാണ്. പിന്നെ എപ്പോഴും ഞാൻ ഈ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പം ഊണിലും ഉറക്കിലും എല്ലാം അൽഹംദുലില്ലാ പറയും. അത് ഗ്രാറ്റിറ്റ്യൂഡ് നേരത്തെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പഠിക്കുകയും എല്ലാമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ EFT കോഴ്സിൽ വന്നതിന് ശേഷമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നത്. അതിന്റെ ഒരു ഐശ്വര്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഞാൻ 7th ബാച്ചിലാണ്. ജിനു മാം ആണ് എൻ്റെ മാം.
സൂപ്പർ ക്ലാസ്സും നമ്മൾ എന്ത് ചോദിച്ചാലും അത് നമുക്കെല്ലാം പറഞ്ഞു തരും. അതുപോലെ തസ്ലീമ മാമിന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. എല്ലാ PCMമാരും നല്ലതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നോയിമ്പിന്റെ സമയത്തിന് നമുക്ക് ബാക്കിയുള്ള മാംസ് ആണ് നമുക്ക് വൈകിട്ട് മെഡിറ്റേഷൻ തന്നത്. ആ മെഡിറ്റേഷൻ ഒക്കെ സൂപ്പർ ആയിരുന്നു. എനിക്ക് വളരെ ഉപകാരം. ദിവ്യ മാം ആണ് കേട്ടോ, അവരുടെ പേര് ദിവ്യ. ദിവ്യ മാമും പിന്നെ വേറൊരു മാം ഉണ്ടായിരുന്നു, പേരറിയത്തില്ല. ഞാൻ ഓടിയൊന്ന് ഇമ്മച്ചി വയ്യാതെ കിടക്കുന്നോണ്ട്. ദിവ്യ മാം, റഷീദ മാം, സോഫി. അതെ. പിന്നെ എല്ലാ മാമിനും നന്ദിയുണ്ട്. കാരണം ഉമ്മച്ചി അത്രയും ബെഡിനകത്ത് കൈയൊക്കെ കെട്ടിയാണ് ഇട്ടേക്കുന്നത്. കാരണം മൂക്കില് ട്യൂബൊക്കെ കൊടുത്തിട്ടിരിക്കുന്നുണ്ട്, അതൊക്കെ വലിച്ചു പറിക്കും. അപ്പൊ അതിന്റെ ഇടയിലാണ് ഞാൻ ഈ മെഡിറ്റേഷനിലെല്ലാം കയറിക്കൊണ്ടിരുന്നത്. എല്ലാവർക്കും നന്ദിയുണ്ട്. ആ മെഡിറ്റേഷനും എല്ലാം EFT മൊത്തത്തില് എന്നെ സഹായിച്ചു, എന്റെ ഉമ്മച്ചിയെ സഹായിച്ചു. ഉമ്മച്ചി ഇപ്പം പിടിക്കാതെ തന്നെ ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ ട്യൂബൊന്നും ഇല്ലാതെ, ഭക്ഷണം ഉപകരണങ്ങളുടെ സഹായമൊന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ. വലിയ സന്തോഷമുണ്ട് EFTയിൽ വരാൻ സാധിച്ചതിൽ. എല്ലാവരും EFTയിൽ വന്ന് ഇതിന്റെ ഗുണങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. 10,800 രൂപയെന്ന് പറയുന്ന ഒരു വലിയ തുകയല്ല. എന്റെ ഉമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ 1,70,70,000 രൂപയാണ് 11 ദിവസം കൊണ്ട് ചെലവായത്, ബാക്കിയുള്ള ചെലവ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ EFT നമുക്ക് എല്ലാത്തിനും ആശ്വാസമാണ്. എല്ലാവരും പറയും പൈസ കിട്ടുന്നില്ല. അത് പൈസ നമ്മൾ വിചാരിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ 1,70,70,000 രൂപ എങ്ങനെ നമ്മുടെ കയ്യിൽ വരുന്നു? അത്രയൊന്നും ആവുന്നില്ലല്ലോ. ഇത് പഠിച്ചിരുന്നാൽ, ഈ ഒരു ടൂളുകൾ നമ്മൾ പഠിച്ചിരുന്നാൽ സ്വന്തമായിട്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പോലെ സംഭവിച്ചാലും നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മുടെ ചുറ്റുമുള്ളവരുടെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനും പറ്റും. എന്റെ അനുജത്തി ഉമ്മച്ചിയെ കണ്ടിട്ട് എന്റെ ഉമ്മി ഇനി നടക്കോ, ഇനി കസേരയിൽ ഇരുന്ന് കണ്ടാൽ മതി എന്നൊക്കെ അവൾ പറയുമായിരുന്നു. അപ്പൊ ഞാൻ അവളോട് പറയും, അങ്ങനെ എന്നെയൊന്നും നീ പറയരുത്, ഉമ്മച്ചി നമ്മുടെ കൂടെ നടക്കുവാണെന്ന് നീ എപ്പോഴും മനസ്സിൽ വിഷ്വലിരുന്നു. അത് നമ്മൾ EFTയിൽ വന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ശാന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാം സാധിക്കുന്നത്. എല്ലാവരും വരിക. EFT നമുക്ക് ഒരുപാട് ഗുണം തരും. ഇനിയും ഈ EFTയിലുള്ള എല്ലാ അംഗങ്ങളും, ടീം അംഗങ്ങളും, ഫഗീൽ സാറും എല്ലാവരും ഇനിയും ഉയരങ്ങളിൽ ചെന്നെത്താൻ സർവശക്തനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ നിങ്ങളുടെ ഉമ്മാക്ക് അതുപോലെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ കൂടെ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഉമ്മ അത്രയും ബ്ലെസ്ഡ് ആണ് അല്ലെ, നിങ്ങളെ ഇത്രയും നല്ല മക്കള്, ഉമ്മ എപ്പോഴും ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ട് നടക്കുന്ന മക്കള്. അതുപോലെ ആ മക്കൾക്ക്, ആ ഉമ്മയ്ക്ക് നിങ്ങളെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് അതുപോലെ ആ ഒരു ഉമ്മ കൂടെ ഇരിക്കുന്നതിൽ വളരെ സന്തോഷമാണ് സബി മാമിന്റെ ഉമ്മയുടെ കൂടെ ഇങ്ങനെ കാണുമ്പോ. ഓക്കെ, അപ്പൊ ഉമ്മയ്ക്ക് പൂർണ്ണ ആരോഗ്യം ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. എല്ലാ ഉമ്മമാർക്കും, നമ്മുടെ ഖദീജത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെ 2 ഉമ്മമാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, വിഷ്വൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ആരോഗ്യത്തിന്. എല്ലാവരുടെ ഉമ്മമാർക്കും അതേപോലെ ഉപ്പമാർക്കും എല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആരോഗ്യം, ആയുസ്സും സന്തോഷവും സമാധാനം ഒക്കെ ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആരാണ്? നമ്മുടെ ഫറാസ് മാം സംസാരിച്ചോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. അൽഹംദുലില്ലാ. ആദ്യമായിട്ട് EFTയിൽ വരാൻ സാധിച്ചത് അൽഹംദുലില്ലാ. എന്റെ മാം റൈഹാനത്ത് മാമാണ്. നല്ല സപ്പോർട്ടീവ് ആണ് മാം. എന്ത് ചോദിച്ചാലും പറഞ്ഞു തരും. 11ാമത്തെ ബാച്ചാണ്. ഷഹീദ മാമാണ് എന്നെ കൊണ്ടുവന്നത്. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് കാര്യത്തിലും ടെൻഷൻ എടുക്കുന്ന സ്വഭാവം. മക്കളെ കാര്യത്തിലായാലും ചെറിയ കാര്യം മതി ടെൻഷൻ എടുക്കാൻ. ഇപ്പൊ അതൊക്കെ മൈൻഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് അതൊക്കെ കൺട്രോളായി വരുന്നുണ്ട്. അൽഹംദുലില്ലാ. നടുവേദനയും നല്ല സുഖമുണ്ട്. പിന്നെ അഡിനോമയോസിസ് എന്ന പ്രശ്നമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അഡിനോമയോസിസ് ഓക്കെ, അത് ഇൻഷാ അല്ലാഹ് സുഖാക്കണം. ഓക്കെ, പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. പ്രാക്ടീസ് ചെയ്താല് മാറും. ഓക്കെ, നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി നമ്മുടെ ടൈം ആവാനായിട്ടുണ്ട്, ചുരുക്കി സംസാരിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സമീഹ അൺമ്യൂട്ട് ചെയ്തോളൂ. വീഡിയോയിൽ വരുമോ? ഓക്കെ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്.
വളരെ സന്തോഷം. ഇന്നത്തെ മെഡിറ്റേഷൻ വളരെ അധികം പിന്നെ വേദനകളൊക്കെ കുറെ മാറ്റങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഒരു വീടും സ്ഥലവും പെട്ടെന്ന് വിറ്റ് കുറെ കാലമായി വിൽക്കാൻ വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഞാൻ വിഷ്വൽ ചെയ്യണം. പിന്നെ സാറിന് വളരെ അധികം എന്താ പറയുന്നതെന്ന് അറിയില്ല. വളരെ നല്ല ക്ലാസ്സുകളൊക്കെയാണ് സാറിന്റെ ക്ലാസ്. 4 ദിവസത്തെ ക്ലാസ് സൂപ്പർ ആയിട്ടുണ്ട്. ഇനിയും അതിന്റെ ക്ലാസ് വളരെ നിങ്ങള് കോഴ്സ് ചെയ്തതാണോ? ആ 10ാം ബാച്ചിലാ ഞാൻ. 10ാം ബാച്ചിൽ. ഓക്കെ. എന്റെ മാമ് ആ അതിന് മാമിന് അതിന്റെ ഇടയിൽ കുറച്ച് എന്തൊക്കെ വിഷമങ്ങളായിട്ട് പിന്നെ ഇപ്പൊ അങ്ങനെ പറഞ്ഞിരുന്നു. ആരാണ് മാം? അസീമ. അസീമ. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ. സംശയം ഇത് വിളിക്കുന്നതിന് പകരം നമ്മുടെ ബാച്ച് കഴിഞ്ഞ ആളുകൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങൾ വോയിസ് ആയിട്ട് ഇട്ടാൽ മതി. ഓക്കെ. പിന്നെ അവർക്കും ഇപ്പൊ പുതിയ ആളുകളൊക്കെ ആയിട്ട് അവർ ബിസി ആണല്ലോ. 11ാമത്തെ ബാച്ച് വന്നു. ഇപ്പൊ 12ാമത്തെ ബാച്ചിന്റെ തിരക്കുകള് അല്ലെ, അവരുടെ പിന്നെ അവരുടെ ഫാമിലി ലൈഫിൽ കുറെ ബിസികള്. അപ്പൊ PCSനെ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടിയിട്ടില്ല എപ്പോഴും ആദ്യത്തെ ആ ഒരു 1 മന്ത് പോലെ പിന്നെ വിളിച്ചാല് കിട്ടിയിട്ടില്ലെങ്കിലും മെസ്സേജ് നിങ്ങൾ അയച്ചാൽ അവർ നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിറ്റേഷനിൽ ATCയിൽ അതുപോലെ തന്നെ ഈവനിങ് പ്രാക്ടീസിൽ നിങ്ങൾ ഇത്രയും കാര്യത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും. അല്ലേ? ഈ ഒരു ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈവനിങ്ങിലൊക്കെ പ്രാക്ടീസ് നടന്നുകൊണ്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ ആളുകളുടെ പ്രാക്ടീസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രാക്ടീസ് നടക്കുന്നത്. അത് നിങ്ങളെല്ലാവരും, എൻ്റെ വോയിസ് കേൾക്കുന്ന നിങ്ങളെല്ലാവരും ദയവായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അത് മാത്രം മതി. ഓക്കെ ഓക്കെ അല്ലേ സെമിയ മാം? ഓക്കെ. അടിപൊളിയായിട്ട് പോട്ടെ കേട്ടോ. പ്രാക്ടീസ് ചെയ്യൂട്ടോ. മുഹമ്മദ് സർ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ഗോൾ മാനിഫെസ്റ്റേഷന്റെ ഒരു നല്ല മെഡിറ്റേഷൻ. മാം പല നല്ല മെഡിറ്റേഷൻസും ക്ലാസ്സുകളൊക്കെ മിക്ക ദിവസങ്ങളിലും പറഞ്ഞ പോലെ തരുന്നുണ്ട്. വളരെ വളരെ സൂപ്പറാണ്. നല്ല മെഡിറ്റേഷൻസും നല്ല ക്ലാസ്സുകളാണ് മാം തരുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ, അതേപോലെ തന്നെ മെഡിറ്റേഷന്, രാത്രിയിലുള്ള പ്രാക്ടീസ് എല്ലാം നമുക്ക് നല്ല എനർജിയാണ് തരുന്നത്. പിന്നെ ഞാൻ സ്വന്തമായി ചെയ്യുന്ന പ്രാക്ടീസുകളൊക്കെ ഈ മെഡിറ്റേഷൻ പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു ധ്യാനത്തിൽ ഇരിക്കുന്നത് പോലെ നമുക്ക് ഈ ബ്രീത്തിങ്ങും അതേപോലെ തന്നെ ആ ഒരു സംഭവമൊക്കെ വളരെ നല്ലൊരു എനർജി നൽകുന്നുണ്ട്. പിന്നെ അതേപോലെ ഇന്ന് മാം പറഞ്ഞ പോലെ നമ്മളെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോന്ന് എഴുതി വെക്കുന്നുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. പിന്നെ മോന്റെ ഒരു നല്ല ജോലി കിട്ടുന്നത് ഒരു ആഗ്രഹത്തിൽ പെട്ടതായിരുന്നു. അപ്പൊ അതിന് അൽഹംദുലില്ലാഹ് അവിടെ നല്ല കമ്പനിയിൽ ജോലി കിട്ടി. ഇനിയിപ്പോ അതേപോലെ തന്നെ മറ്റൊരു മോനും കൂടി ഇപ്പൊ അവിടെ ഉണ്ട്. അവന് ഇന്റർവ്യൂകളിലൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിങ്ങനെ വിഷ്വൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്ന് മാം പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ വിഷ്വൽ ചെയ്യണം. ഈ ഫാമിലിയിലുള്ള എല്ലാവരും ഒന്ന് വിഷ്വൽ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ വീട്, ഇപ്പൊ നിലവിലുള്ള വീട് ഇന്ന് മാം പറഞ്ഞപ്പോ ഞാൻ വീടാണ് ചെയ്തിരുന്നത്, ആഗ്രഹത്തില് എഴുതിയിരുന്നത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നിലവിലുള്ള വീട് വിറ്റ് ഇങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഇതിലാണ്. അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് വിഷ്വൽ ചെയ്യണം, പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര എനർജിയാണ്. അപ്പൊ ഇനി ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇനി രാവിലെ നടക്കാൻ പോവുക. അപ്പൊ നടക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ആ നടത്തത്തിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നു. അപ്പോ ഈ പ്ലാറ്റ്ഫോമിന് നയിച്ചുകൊണ്ടിരിക്കുന്ന റഫീഖ് സാറിനും മാമിനും അതേപോലെ തന്നെ എല്ലാ PCA മാർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു.
എന്റെ വീട്ടില് റെയ്ഹാനത്ത് മാമാണ്. ഞാൻ 6th ബാച്ചിൽ ഉള്ളതാണ്. ഇപ്പോഴും എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാണ്. എല്ലാവർക്കും, ഈ ഫാമിലിയിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് സോ യു മച്ച്. ആൻഡ് കൺഗ്രാജുലേഷൻസ്. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും നടന്നായിട്ട് വിഷയില് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇനി നെക്സ്റ്റ് മുഹമ്മദ് സർ വരുമ്പോ വീട് വിറ്റതായും വീട് മാറിയതായിട്ടും അതുപോലെ തന്നെ മോന്റെ ജോബ് നന്നായിട്ട് പോകുന്നതായിട്ടൊക്കെ പറയുന്നത് വിഷ്വൽ ചെയ്യുന്നു കേട്ടോ. കൺഗ്രാജുലേഷൻസ് മുഹമ്മദ് സർ. റഹ്മത്ത് മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. EFT കുടുംബത്തിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. കുട്ടിയിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റം വന്നു. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു, ഒക്കെ ഇപ്പൊ വളരെ മാറ്റം വന്നു. ഹെൽത്ത് പ്രാക്ടീസ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വയം നമ്മളെ സ്നേഹിക്കാനും ഒക്കെ പഠിച്ചു. അതിലൊക്കെ നമുക്ക് വളരെ മാറ്റം വന്നു. അതൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകുക കാരണം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഒന്നും മനസ്സിൽ വരുന്നില്ല. വന്നാലും നമ്മൾ അതിനെ തട്ടിക്കളഞ്ഞ് പോസിറ്റീവ് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഹെൽത്ത് പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ മാഡം പറഞ്ഞ പോലെ ഒക്കെ ചെയ്യുക. കാരണം അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും റാഹത്താണ്. എല്ലാം മനസ്സിൽ ആഗ്രഹിച്ച് ഗോളായി സെറ്റ് ചെയ്താലും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും റാഹത്താണ്. അൽഹംദുലില്ലാ. താങ്ക് യു. താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. നമുക്ക് നമ്മുടെ റിസൾട്ടിൽ എന്തെങ്കിലും കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാക്ടീസിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എന്റെ പ്രാക്ടീസ് എങ്ങനെയാണ്, ഞാൻ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടോ, അല്ലെ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, നന്ദി ഇല്ലേ, നമ്മൾ നമ്മുടെ മതത്തിലും നമ്മുടെ സ്കൂളിലും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, നന്ദി ഉണ്ടാവണം, നമ്മൾ ക്ഷമിക്കണം, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. പക്ഷെ അത് എങ്ങനെയാ ഈസി ആയിട്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാവുക. കേവലം ഒരു ടാപ്പിംഗ് മാത്രമല്ല നമ്മൾ അറിയുന്നത് ഇവിടെ, അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നദീറ മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ് ഓൾ. ഈ വേദിയിൽ വരാൻ കഴിഞ്ഞതിന് റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അൽഹംദുലില്ലാ, ഹംദ് തയ്യിബ്. പിന്നെ ഈ ഫാമിലി മെമ്പേഴ്സ് ഇതിന് അംഗം ലഭിച്ചതിനും അതുപോലെ തന്നെ എല്ലാവരുടെയും വിഷ്വലൈസേഷനിലും പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടാൻ കഴിയുന്നതിനും വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പറഞ്ഞാല് ഒന്നും തീരില്ല. അതുകൊണ്ട് ഒരുപാട് പേര് പറയാനും ഉണ്ടല്ലോ. എന്തിനെ കുറിച്ച് ചിന്തിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുള്ളൂ. അൽഹംദുലില്ലാ എന്ന് ശരിയായ രൂപത്തിൽ പറയുവാനും ഈ വേദിയിൽ വന്നപ്പോഴാണ് എനിക്ക് സാധിച്ചത്. ഒരുപാട് ഗുണങ്ങളുണ്ട്. കണ്ണിന്റെ കാഴ്ച, ചെവി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എനിക്ക് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നില്ല. പക്ഷെ എല്ലാവരും ഇതിലേക്ക് ചേരണം. എങ്കിലേ നമ്മ പറയുന്നതിനേക്കാൾ ഉപരി എന്താന്ന് നമുക്ക് ആസ്വദിച്ചറിയാൻ കഴിയുകയുള്ളൂ. അപ്പൊ എല്ലാവരും ഇതിൽ ചേരണം എന്ന് തന്നെയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. പിന്നെ എല്ലാവരും എനിക്കൊരു വിഷ്വലൈസേഷൻ ചെയ്യണം. എൻ്റെ മോന് മാർഷൽ ആർട്സിന്റെ കോമ്പറ്റീഷന് പങ്കെടുക്കുകയാണ്. അപ്പൊ അതിൽ നല്ല രീതിയിൽ വിൻ ചെയ്താലേ അവന് ട്രെയിനർ ആയിട്ടുള്ള ഇത് കിട്ടുള്ളൂ. അപ്പൊ മാം പ്രത്യേകിച്ചും എല്ലാവരോടും വിഷ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. എന്തിന്റെ ആയിരുന്നു നദീറ മാം? മിക്സഡ് മാർഷൽ ആർട്സ്, MMA എന്ന് പറയും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാരും വിഷ്വലി ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ടൈം നദീറ മാം അതിൽ മോനെ വിൻ ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, വിഷ്വലി. താങ്ക് യു. ഓക്കെ, കൺഗ്രാജുലേഷൻസ് നദീറ മാം. താങ്ക് യു സോ മച്ച്. ഉമ്മുൽ ഖൈർ മാം അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ടു ഓൾ. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷമുണ്ട്. EFTയിൽ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞു. ഇപ്പൊ കുറച്ചായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ വരലില്ലായിരുന്നു. ഇന്നിപ്പോ പറയാതിരിക്കാൻ പറ്റൂല എന്ന് ഓർത്ത് അൽഹംദുലില്ലാ. ഇന്നലെ ഹസ്ബൻഡിന് പെട്ടെന്നൊരു സുഖമില്ലാതെ വന്നു. നോമ്പിനുണ്ടായിന് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിങ്ങാണ്ട് ബ്ലഡിന്റെ അളവൊക്കെ പറ്റ കുറഞ്ഞ് അങ്ങനെ 1 യൂണിറ്റ് ബ്ലഡ് കയറ്റി. അൽഹംദുലില്ലാ, വിഷ്വലൈസേഷന്റെ പവർ കൊണ്ടൊക്കെ റാഹത്തായി. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വന്നു. അങ്ങനെ ഇന്നലെ പെട്ടെന്നൊരു കൈ ഇങ്ങനെ കൂർന്ന പോലെ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഫർമേഷൻ കൊടുത്ത് അങ്ങനെ നന്നായിട്ട് ആരോഗ്യവാനാണെന്നില്ല. എന്തായാലും അൽഹംദുലില്ലാ, വലിയ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ ഒരു 2 ദിവസം ഗുളിക കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ECG കാൽസ്യം ഒക്കെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു.
അപ്പൊ എല്ലാരും വിഷ്വലൈസേഷൻ ചെയ്യാൻ പ്രാർത്ഥിക്കുക. പിന്നെ ഇന്ന് മെഡിറ്റേഷന്റെ സമയത്ത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഞാൻ ഈ ബാച്ചിക്ക് ഒരാളെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്റെ ഫ്രണ്ട് കുറെ ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, പക്ഷെ എനിക്ക് 2 ദിവസം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെ ഈ ബാച്ചിൽ ചേർക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഫ്രണ്ട് രാവിലെ വിളിച്ചിട്ട് എന്നോട് EFTന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ക്ലാസ് ഇപ്പൊ ഇന്നലെ കഴിഞ്ഞു, ഇനി ചേർക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന് ലെഫ്റ്റ് ആയി ഷൈദ മാമിനെ കോണ്ടാക്ട് ചെയ്തു. ഓക്കെ മാം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. അതുപോലെ കാശ് അവളുടെ അടുത്ത് മൊത്തം ഇല്ല, 10,000 രൂപയാണുള്ളത്. കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ കൊടുത്തിട്ടില്ലെങ്കിൽ ആ കാശ് തീരുകയും ചെയ്യും അടുത്ത ബാച്ച് ആകുമ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ മാം പറഞ്ഞു 5,900 ഇപ്പൊ അടച്ചിട്ട് ബാക്കി 4 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നാണ്. അപ്പൊ അവൾക്ക് അതും പ്രയാസം, കാരണം കയ്യിൽ കാശ് വെച്ചാൽ അത് പോകുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എന്റെ അക്കൗണ്ടിൽ കിട, എനിക്കാണെങ്കിൽ 2,000 രൂപന്റെ ഒരു കുറവുണ്ടായി. ഞാൻ അത് ആരോട് ചോദിക്കുന്നു ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഇങ്ങോട്ടാ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ കിട, എന്റെ ആവശ്യം നടത്തുകയും ചെയ്യാം, ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആ കാശ് അടക്കുകയും ചെയ്യാൻ. അപ്പൊ അത് ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക്. മാത്രമല്ല ഇവര് വേറൊരു EFT പഠിച്ച ആളാണ് വേറൊരു സാറിന്റെ കീഴില്. അപ്പൊ അവർക്ക് അതിന് റിസൾട്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് റഫീഖ് സാറിന്റെ ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ റഫീഖ് സാർ CC മാർക്ക് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പറഞ്ഞതാണ് അവരൊക്കെ ഇതിൽ വരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം. താങ്ക് യു മാം, ഒരുപാട് സന്തോഷമുണ്ട്. EFTയിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ EFTക്ക് ഫേസ്ബുക്ക് വഴി ഒരു പ്രയാസം ഒന്നും ഉണ്ടായിട്ടല്ല, ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതേനും. അൽഹംദുലില്ലാ ഇതിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റി. സാമ്പത്തികമാണ് ഏറ്റവും വലിയ വിഷയം. അതെനിക്ക് ഒരുപാട് സാമ്പത്തിക ജോലിയിലാണെങ്കിലും സാലറിയിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു വർധന ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ താങ്ക് യു, ഒരുപാട് സന്തോഷമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് കേൾക്കാൻ തന്നെ നമുക്ക് ഇങ്ങനെ ചില ആഗ്രഹങ്ങളൊക്കെ ചിലർക്കൊക്കെ സാധിക്കുന്നുണ്ടാവും അല്ലെ. നമ്മൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു, വെൽത്തിന്റെ മെഡിറ്റേഷൻ കൊടുക്കുന്നു, അതേപോലെ തന്നെ ഹെൽത്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം അതേപോലെ ഫൊർഗിവ്നെസ്സിലൂടെ നമ്മുടെ സെൽഫ് ലെവലിലൂടെ നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഇപ്പൊ ഉമ്മുൽ ഖൈർ മാം ഇത്രയും പറയുമ്പോൾ നമുക്ക് ആ ഒരു അല്ലെ നമ്മുടെ കോഴ്സിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. ഓക്കെ, ഹസ്ബൻഡിന്റെ ഹെൽത്തിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓരോ നിമിഷവും ആരോഗ്യവാനായിക്കൊണ്ടിരിക്കുന്നു, സന്തോഷവാനായിക്കൊണ്ടിരിക്കുന്നു. വത്സല മാം, ഗുഡ് മോർണിംഗ്. മാം, ഞാൻ EFTയിൽ വന്നതിന് ശേഷം എനിക്ക് സന്തോഷം, സമ്മാനം, ഹെൽത്ത് എല്ലാറ്റിലും മാറ്റം വന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ എന്റെ ഫീസ് പറയുന്നത് ഞങ്ങൾ 2-3 പ്രാവശ്യം ഡോക്ടർക്ക് പോകുന്ന അത്രയും തുക മാത്രമേ ഇതിന് ഫീസായിട്ട് വരുന്നുള്ളൂ. പക്ഷെ ഇത് ഒരുമിച്ച് പറയുമ്പം എല്ലാവരും പറയും ഇതൊരു വലിയ തുകയായിപ്പോയിന്ന്. ശരിക്കും ഞങ്ങൾക്ക് അനുഭവത്തില് ഒരുപാട് കാലത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നതേ ഇല്ല. അപ്പോ അതിന്റെ ഫീസേ ആവില്ല. അത് ഇതിൽ ജോയിൻ കഴിഞ്ഞവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാല് മോർണിംഗ് ഈവനിങ്ങിൽ കിട്ടുന്ന ഈ ഒരു മെഡിറ്റേഷൻ, അത് ഞങ്ങൾ ഫീസ് ഒന്നും കൊടുക്കാതെ ഞങ്ങൾക്ക് ലൈഫ് ലോങ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു മെഡിറ്റേഷൻ ആണ്. അതിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് മാം, എനിക്ക് എന്റെ ഒരു ഇയറിങ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് എന്നിലേക്ക് എത്തിച്ചേരാൻ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്റെ ഈ ഫാമിലിയിലുള്ള എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് വിഷ്വൽ ചെയ്യണം. അത് എത്രയും പെട്ടെന്ന് എന്നിലേക്ക് എത്തിച്ചേർന്ന് ഒന്ന് വിഷ്വൽ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, തീർച്ചയായിട്ടും. നിങ്ങളുടെ കമ്മല് എങ്ങനത്തെ ആയിരുന്നു? അതിന്റെ സ്റ്റോൺ എങ്ങനത്തെയാ? ഒരു സ്റ്റഡ് മാത്രല്ലേ? അത് ഒരു ബേബി പിങ്ക് സ്റ്റോൺ ആണ്. 5 ഗ്രാംസിന്റെ ആണ്. എന്നാലും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഉള്ളിൽ അങ്ങനെ ഒരു ഫീൽ ഒന്നും വരുന്നില്ല. എന്നാലും എനിക്ക് അത് പ്രിയപ്പെട്ടത് തന്നെയാണ്. അത് എന്നിലേക്ക് എത്തിച്ചേരാനെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്രയും പെട്ടെന്ന് എത്തിച്ചേരും എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ സിയാദ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു എനർജിയാണ്. താങ്ക് യു സിയാദ് ബൈ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ് വത്സല മാം. അപ്പൊ നമ്മുടെ ഒരു സാധനം നഷ്ടപ്പെട്ടാലും നമുക്കതൊന്നും ഒരു സങ്കടമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതുപോലെയാണ് അത് നമുക്ക് കിട്ടും എന്നുള്ളൊരു, അത് പോയാലും നമ്മുടേതായിരുന്നില്ല അല്ലെ. നമുക്ക് എന്താണോ കിട്ടേണ്ടത്, നമ്മൾ എന്താണോ അനുഭവിക്കേണ്ടത്, അത് നമ്മുടെ കയ്യിൽ കിട്ടും അല്ലേ. അപ്പോ തീർച്ചയായിട്ടും വത്സല മാം
അതെ, എത്തിക്കൊണ്ടിരിക്കുന്നു. കിട്ടി. ഓക്കെ, അപ്പൊ വത്സല മാമിന്റെ ആ ഒരു കമ്മല്, ആ ഒരു സ്റ്റഡ് കിട്ടിയതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നിങ്ങൾ എല്ലാവരും വിഷ്വൽ ചെയ്യൂ കേട്ടോ. താങ്ക് യു മുന്താസ് മാം. താങ്ക് യു. സിയാ സർ. ഗുഡ് മോർണിംഗ് മാം. പുതിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എല്ലാവരുടെയും ഗ്രാറ്റിറ്റ്യൂഡ് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ സമയത്ത് എനിക്ക് പള്ളിയിൽ പോകുന്ന സമയമായിരുന്നു, ഇവിടെ സുബഹിക്ക്. അതുകൊണ്ടായിരുന്നു ഞാൻ ആദ്യം വരാഞ്ഞത്. കാര്യം നേരത്തെയൊക്കെ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ലായിരുന്നു, പ്രാർത്ഥനയിലായാലും മറ്റു വിഭാഗത്തുകളിലായാലും. പക്ഷെ EFT വന്നിട്ട് ഇപ്പൊ 3 വർഷത്തോളമായി. അൽഹംദുലില്ലാ, എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എന്റെ റബ്ബ് ഇപ്പൊ ചെയ്തു തരുന്നുണ്ട്. കാര്യം നേരത്തെ ഇത് എങ്ങനെ ചോദിക്കണം, ഏത് രീതി ചോദിക്കണം, എപ്പോ ചോദിക്കണം എന്നുള്ള എനിക്കറിയാം. അവിടെയാണ് EFTയുടെ പ്രസക്തി. നേരത്തെ ഞാൻ ഈ വിഭാഗത്തുകളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. കാര്യം പലവിധമായ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ നെഗറ്റീവ് ചിന്തകൾ എന്ന് പറയുന്നത് എന്റെ പാസ്റ്റ് മെമ്മറീസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് കണ്ടെത്താൻ വേണ്ടിയാണ് EFT എന്നെ സഹായിച്ചത്. ഞാൻ അത് കണ്ടെത്തി ആ പാസ്റ്റിൽ കിടന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോ എനിക്കിപ്പോ നല്ല രീതിയിൽ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്റെ നമസ്കാരമായാലും മറ്റു വിഭാഗത്തുകളായാലും. അപ്പൊ എനിക്ക് വേണ്ടുന്ന എല്ലാം പടച്ചതമ്പുരാൻ ഇപ്പൊ തന്നുകൊണ്ടേയിരിക്കുന്നു. 3 വർഷത്തോളമായി ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട്. എന്റെ ആരോഗ്യത്തിൽ വന്ന മാറ്റം വളരെ വലുതാണ്, അൽഹംദുലില്ലാ. ഒരുപാട് ചെറിയ ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു, പക്ഷെ വലിയൊരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പലർക്കും അറിയാതെ. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 30 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ ചെലവാക്കിയിട്ട് കിട്ടാത്തതാണ് എനിക്ക് EFT പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ എന്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, വെരിക്കോസ് വെയിന്, മറ്റ് എനിക്ക് ദേഷ്യമുള്ള വ്യക്തിയായിരുന്നു, അത് മാറി. ഒരു അസുഖം മാറുക എന്നുള്ളതല്ല EFT എന്ന് പറയുന്നത്. EFT എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അസുഖം മാറുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ പിള്ളേർ പറയുന്ന കണക്ക് ചീള് കേസാണ്, ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഇത് നമ്മളെ പ്രാക്ടീസാണ് പ്രധാനം. ഞാൻ കഴിഞ്ഞ 2022 തുടങ്ങിയ എന്റെ പ്രാക്ടീസാണ്, ഞാൻ ഇതുവരെ നിർത്തിയിട്ടില്ല. ഞാൻ 2022 ഞാൻ ആദ്യത്തെ അഡ്വാൻസ് ചെയ്തപ്പോൾ കാറ്റലോഗ് ആയത്. അതിനുശേഷം 2023 ഞാൻ അഡ്വാൻസ് ചെയ്തായിരുന്നു. ഞാനിപ്പോ ഉള്ളത് അബുദാബിയിലാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്റെ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്റെ പ്രാക്ടീസ് ചെയ്യാൻ മുടക്കാറില്ല. അന്ന് തുടങ്ങിയ പ്രാക്ടീസാണ്. ഏകദേശം ഇപ്പൊ 1000 ദിവസത്തോളം അടുപ്പിച്ചാവാറായി. കൺസിസ്റ്റന്റ് ആയിട്ടാണ് എന്റെ പ്രാക്ടീസ്, ഞാൻ മുടക്കാറേ ഇല്ല. നമുക്ക് കൺസിസ്റ്റന്റ് ആക്ഷൻ ആണ് ഇതിനകത്ത് പ്രധാനം. അല്ലാതെ ഒരിക്കലും നമുക്ക് പെട്ടെന്നൊരു മാറ്റം നമുക്ക് സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 90 ഡേയ്സ് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളിൽ മാറ്റം വന്നു തുടങ്ങും. അത്രയും ക്ഷമയോടുകൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് EFT എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് കിട്ടുന്ന ഇപ്പൊ പുതിയ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, രാവിലെ മെഡിറ്റേഷൻ, വൈകിട്ട് പ്രാക്ടീസ്. എനിക്ക് PCA സപ്പോർട്ടൊന്നും ഇല്ലാതിരുന്നു. എനിക്ക് ആദ്യം വന്ന സമയത്തൊന്നും എനിക്ക് PCA സപ്പോർട്ടേ ഇല്ലായിരുന്നു. ഞാൻ അഡ്വാൻസിന് വന്നപ്പോഴാണ് എനിക്ക് PCA വന്നത്. അപ്പം അതുവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പൊ ഇത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ. അല്ലാതെ EFT വന്നിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആ വ്യക്തിയുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പറ്റുന്ന ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾസാണ് എന്ന് പറയുന്നത്. നിങ്ങൾ അത് വിശ്വസിക്കുക, അതിനെ മുറുകെ പിടിക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി ഒരു ദിവസം കുറച്ച് സമയം നമുക്ക് സംഘത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. എല്ലാവരും പറയും സമയമില്ലെന്ന് പറയും, എല്ലാവർക്കും സമയമുണ്ട്. 24 hours ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഈ സമയത്ത് നമുക്കൊരു പ്ലാനിങ് വേണം. നമ്മളെന്ന് പറയുന്ന വ്യക്തി എന്താണ്, നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇതുവരെ എന്ത് നേടി, ഇതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി നമുക്ക് എല്ലാവർക്കും വേണം. എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ വ്യക്തികൾക്കും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ എല്ലാം കിട്ടും. ഇന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പങ്കെടുക്കാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാനത് സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തതാണ്. വലിയ മില്ലിയനേഴ്സ് പങ്കെടുക്കുന്ന പ്രോപ്പർട്ടി ഷോ ദുബായിൽ ഞാനിപ്പോ ഇന്ന് പോകും. അപ്പൊ അതൊരു വലിയൊരു പ്രോഗ്രാമാണ്. ഞാന് ഭാവിയിൽ വലിയ ആളായി തീരുമെന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ
അപ്പൊ അതുകൊണ്ട് ഇത് ഓരോ വ്യക്തികളും ഇത് നിസ്സാരമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സോ മറ്റോ അല്ല. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ 3 വർഷം കൊണ്ട് ഈ ഒരു കോഴ്സ് മാത്രമാണ് ചെയ്തത്. വേറെ ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. അതാണ് ഞാൻ റഫീഖ് സാറിനെ കണ്ടുമുട്ടിയത് തന്നെ എൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആ വ്യക്തി എന്താണോ പറഞ്ഞത്, ഞാൻ അഡ്വാൻസിന് പോയപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റി. അന്ന് തുടങ്ങിയ എൻ്റെ പ്രാക്ടീസാണ്. എനിക്ക് വേണ്ടുന്ന സമയത്തെല്ലാം അദ്ദേഹം എന്നിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോഴത്തെ PCMമാരുടെ സപ്പോർട്ട്. ഞാൻ പേഴ്സണലായിട്ട് പല കാര്യത്തിനും തസ്ലീന മാഡത്തിനെയും റഷീദ മാഡത്തിനെയും ഒക്കെ ഞാൻ കണക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ അവര് ചെയ്തു തരുന്ന ഒരു സപ്പോർട്ട്. പിന്നെ നമ്മള് വിളിക്ക ഉടനെ അവരെ കിട്ടണമെന്നൊന്നുമില്ല. കാര്യം അവർക്കും പല പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും കാണും. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗട്ടുകൾ വരും. ആ ഡൗട്ടുകൾ നമ്മൾ അവർക്ക് വോയിസ് ആയിട്ട് അയക്കുക. അപ്പൊ അവരെപ്പോഴെങ്കിലും കേട്ട് പിന്നെ അവർ റിപ്ലൈ തരും. അല്ലാതെ പെട്ടെന്നൊരു റിപ്ലൈ നമ്മൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ എനിക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുന്നുണ്ട്. അതെന്റെ വിഷ്വലൈസേഷന്റെ പവറാണ്. അത് വേറൊരു തലമാണ്. ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എന്നിലേക്ക് വരും. സാറിനെ കിട്ടണമെന്ന് വിചാരിച്ചാലും കിട്ടും. അത് ഞാൻ എന്റെ പ്രാക്ടീസാണത്. പ്രാക്ടീസിലൂടെയാണ് മാത്രമേ ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റൂ. കാരണം ആദ്യം ഫസ്റ്റ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിച്ചുകൊണ്ടുള്ള അഫർമേഷൻസ് നമ്മൾ കൊടുക്കും. ഇത് ചെയ്യുമ്പോഴാണ് നമ്മളിൽ ബയോ കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നത്. ഇത് നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മൾ ചെയ്യാതെ ഒരിക്കലും നമുക്ക് മറ്റുള്ളവർ റിസൾട്ട് ഉണ്ടാക്കി തരണമെന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും മൈ ഡിയർ ഫ്രണ്ട്സ് കിട്ടത്തില്ല. ഇത് നമ്മൾ തന്നെ ഇത് ഒരു പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതാണ് എൻ്റെ 3 വർഷത്തെ എക്സ്പീരിയൻസ്. ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും ബുക്കുകളുണ്ട്. ഇത് തന്നെ ഏകദേശം 15 കിലോ വരും. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് എൻ്റെ ഈ ബുക്കുകൾ. ഇതെല്ലാം EFT കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. EFTയുടെ നോട്ട്സ്, മറ്റു കാര്യങ്ങൾ, ഡയറികളെല്ലാം. ഇത് കൂടാതെ വീട്ടിലും എൻ്റെ നാട്ടിലും കുറെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും നമുക്ക് റിസൾട്ട് കിട്ടും. എല്ലാ കാര്യത്തിലും. ഇന്ന് എനിക്ക് ഇവിടെ മാരത്തോണിൽ പങ്കെടുക്കാൻ പറ്റുന്നു, സൈക്ലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുന്നു. ഇപ്പൊ എനിക്ക് എൻ്റെ ഈ മാസം 25-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് 47 വയസ്സാണ്. അപ്പം ഈ പ്രായത്തിലും എനിക്ക് നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് നമ്മളെ പ്രാക്ടീസ്. അതാണ് EFT എന്ന് പറയുന്നത്. ശരിക്കും നിങ്ങൾ ആഴത്തിൽ ഇറങ്ങി ഇത് പഠിച്ച് പ്രാക്ടീസ്. എല്ലാവർക്കും നമുക്ക് ഇതിന്റെ എക്സ്ട്രീം ലെവലിലോട്ടൊന്നും ആരും ചിന്തിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. ഡെയിലി നിങ്ങൾ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുക. പ്രാക്ടീസ്. റിസൾട്ട് വന്നോളും. റിസൾട്ട് വരും. ഉറപ്പാണ്. റിസൾട്ട് വരും. ഇതാണ് EFTയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനും അതേപോലെ നമ്മുടെ ടൈമൊക്കെ എന്ത് ചെയ്തു, എക്സീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ സിയ സാർ പറഞ്ഞ പോലെ പ്രാക്ടീസ് ആണ് മുഖ്യം. നമ്മൾ ട്രസ്റ്റ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സിയ സാർ പറഞ്ഞത് ഞാനും നിങ്ങളെപ്പോലെ ഒരാളായിട്ട് കേട്ടിരുന്നു പോയിട്ടോ. അപ്പോ എന്ത് ചെയ്യാ, ഇനിയുള്ള ആളുകൾ ടൈം കുറച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ജുവൈരിയ മാം സംസാരിച്ചോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. അൽഹംദുലില്ലാ EFTയിൽ എത്താൻ സാധിച്ചല്ലോ, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ EFT വരുന്ന മുന്നേ ഞങ്ങൾക്ക് കിട്ടണ പൈസ എങ്ങനെ ചെലവായി പോണെന്നുള്ളൊരു ഇതില്ലായിരുന്നു. ഏതേ വഴിക്കാ പോണെന്നുള്ളൊരു ഇല്ല. ഇപ്പൊ ആ ഒരു പൈസ കൊണ്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ പറ്റുന്നതും. നല്ല ഹാപ്പിയായി സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒന്നാമത്തെ രോഗത്തിന്റെ കാര്യത്തിലായിരുന്നു പോയിരുന്നത്. പല ടെസ്റ്റും ഓരോ മാസം കൂടുമ്പോ 5000 റുപ്യന്റെ അടുത്ത് എങ്ങനെയായാലും വരും. പല ടെസ്റ്റും പല കാര്യങ്ങളും ഒക്കെ ഇക്കാണ്ട്. അതിനൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റാണ്. അൽഹംദുലില്ലാ. എല്ലാ കാര്യത്തിലും മാറ്റാണ്. ഹെൽത്തിന്റെയും ആരോഗ്യത്തിന്റെയും എല്ലാത്തിന്റെ കാര്യത്തില് ഒരുപാട് മാറ്റാണ്. അൽഹംദുലില്ലാ. ഞങ്ങളെ മാം സൗലത്ത് മാമാണ് ഒരുപാട് സപ്പോർട്ടാണ്. പിന്നെ മറ്റേ വിസിമാരെല്ലാവർക്കും സാറിന് ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് ജുവൈരിയ മാം. ഒരുപാട് സന്തോഷം. അപ്പൊ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും വളരെ എളുപ്പത്തില് സംസാരിക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് വാപ്പച്ചി
നെഗറ്റീവിലേക്ക് അങ്ങ് പോവുകയാണ്. ഇതാരാണ് സംസാരിക്കുന്നത്? നമ്മളെ ഉമ്മച്ചിയുണ്ടോ? ഉമ്മച്ചിയെ കണ്ടുപടി. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? നമുക്ക് ആരെയും കാണുന്നില്ലല്ലോ. ഓക്കെ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ സിയാസ്. നമ്മുടെ EFT എൻ്റെ ഫാമിലിയുടെ പേരില് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഞങ്ങൾക്ക് ചെലവ് ചെയ്യണം കേട്ടോ. ഓക്കെ, നസീറ മാം. ഹായ്, ഗുഡ് മോർണിംഗ് മാം. വീഡിയോ ഇല്ല. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. കുറെ ആയി ഈ ATC കേട്ടിട്ടും കേൾക്കാറുമില്ല. പിന്നെ ഒരു 2-3 മാസമായിട്ട് ശരിക്ക് പ്രാക്ടീസിന്റെ കുറവ് നല്ല പോലെ ഉണ്ടായിരുന്നു. അത് നല്ല പോലെ ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോ ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം പറയാനാണ് ഞാൻ ATCയിൽ വരാന്ന് കരുതിയേ. പിന്നെ ഇവിടെ ഞാൻ ഇപ്പം UAE ഉള്ളത്. ഹസ്ബൻഡ് നാട്ടിൽ പോയിട്ടുണ്ട്, ഒറ്റക്കാണ് ഉള്ളത്. ഇന്നലെ രാത്രി പെട്ടെന്ന് ഉറക്കത്തുനിന്ന് എണീറ്റ സമയത്ത് ഒരു ഭാഗത്താകെ ഭയങ്കരമായ ശക്തമായ വേദന എന്ന് പറഞ്ഞാൽ നീരിറങ്ങിയതാ തോന്നുന്നേ. മുടി കെട്ടി വെച്ച് കുളിച്ച ഉടനെ പുറത്തു പോയിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എങ്ങനെ തോട്ട് നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടോ? അത് തന്നെ അങ്ങനെ കെട്ടി വെച്ചാല് നീര് വരും. ഞാൻ അതിന്റെ അല്ല, കുളിച്ച ഉടനെ മുടി കെട്ടി വെച്ചിട്ട് വെയിലത്തിലൂടെ. അത് ശരിയാണ്. എനിക്കുണ്ടായിരുന്ന സംഭവമാണ് അത്. ഞാൻ എവിടെങ്കിലും പോയി, ഞാൻ കുറെ ആദ്യം മുന്നേ പറയാറുണ്ടായിരുന്നു, ഞാൻ കുളിച്ചിട്ട് വേറെ ആരുടെയെങ്കിലും വീട്ടിൽ പോയാൽ കുളിക്കാറില്ല, തല നനയ്ക്കാറില്ല. അതേപോലെ ക്ലാസ്സിനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കെട്ടിവെച്ചാൽ ഉറപ്പാ ഞാൻ പിന്നെ വരുന്നത് ഒരു വല്ലാത്ത പ്രയാസത്തിലായിരിക്കും. തലവേദന, ചെവി വേദന, അനങ്ങാൻ പറ്റില്ല, ഇങ്ങനെ അനങ്ങാൻ പറ്റില്ല, ഇങ്ങനെ അനങ്ങാൻ പറ്റില്ല, അങ്ങനെ പ്രയാസം അനുഭവിച്ചിരുന്ന ആളാണ്. EFTയിൽ വന്നതാണ് എനിക്ക് അവയർനെസിന്റെ ക്ലാസ്സിൽ തന്നെ എനിക്കതില് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു തോട്ട് അതിന് നമ്മള് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഈ അടുത്തൊന്നും ഇങ്ങനെ വേദന ഉണ്ടായിട്ടുമില്ല. ഇന്നലെ എന്തോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറെ ആയിട്ട് പ്രാക്ടീസ് ഇല്ല, ക്ലാസ് ഇല്ല. നോമ്പിന്റെ മുൻപ്, അതായത് കഴിഞ്ഞ് വന്ന് നാട്ടിൽ പോയിട്ട് പിന്നെ ഇതൊന്നും ഒന്നും പങ്കെടുക്കാനും പറ്റില്ല. പിന്നെ അവരൊക്കെ വീട്ടിലെല്ലാരും മുന്നിലും നമ്മളിത് ചെയ്യുമ്പോ എന്തോ പോലെ ഒക്കെ തോന്നും കരുതിയിട്ട് ഇതിലോട്ടൊന്നും വന്നിട്ടില്ല. എനിക്ക് വന്നിട്ട് ആകെ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ളൂ ക്ലാസ് കേൾക്കാനും പ്രാക്ടീസിനും ഒക്കെ തുടങ്ങിയിട്ട്. 2-3-4 ദിവസം എന്ന് പറയാം. അപ്പൊ അതിനുശേഷം അപ്പൊ ഇന്നലെ ഇത് സംഭവിച്ചേ. ഓക്കെ, എന്നാലും ഞാൻ രാത്രി എണീറ്റ് വേഗം മൂവ് വാരി തേച്ച്, എനിക്ക് തോന്നി ഇതന്നെയാണ് എന്നുള്ളത്. എന്നിട്ട് അങ്ങോട്ട് ടാപ്പ് ചെയ്യാൻ തുടങ്ങി. കുറേ സമയം ഉറക്കെ കരച്ചിലും വരുന്നുണ്ട്. കുറെ ടാപ്പ് ചെയ്ത് ഓരോ ഭാഗം ഇങ്ങനെ സുഖമായി വരുന്നത് ഞാനിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പോലെ പിന്നെ എനിക്ക് ശരിയായൊരു ഉറക്കം കിട്ടി. എൻ്റെ ആ വേദന മാറി. നല്ലൊരു മാറ്റം ഉണ്ടായി. അപ്പൊ പിന്നെ വീണ്ടും ഇതിലോട്ട് തന്നെ എനിക്ക് ഇതാണ് രക്ഷ എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒന്ന് അസുഖത്തിനെ കുറിച്ച് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, അതിനെ എനിക്ക് മാറ്റം വന്നത് ഇവിടെയാണ്. അപ്പോ ഇനിയും മുന്നോട്ട് ശരിക്കും പോകണമെന്നുണ്ട്. പിന്നെ ചെറിയൊരു വിഷമമുള്ളത്, എനിക്ക് വൈകുന്നേരത്തെ ആ പ്രാക്ടീസിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടം എപ്പോഴും ഉണ്ട്. വേറെ പ്രാക്ടീസിന്റെ ക്ലാസ്സുകളൊന്നും നമുക്ക് വേറെ കിട്ടുന്നില്ല, ഒന്ന് ഈ ടൈമിങ്ങിന്റെ വ്യത്യാസത്തില്. അപ്പോ എങ്കിലും ഞാനത് എങ്ങനെയെങ്കിലും കവർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി ഇന്നലത്തെ ഒരു അനുഭവം പറയണമെന്ന് തോന്നി. ATC കുറെ കാലത്തിന് ശേഷം ATCയിൽ കയറുന്നു. അപ്പോ ഒന്ന് ജോയിൻ ചെയ്യാന്ന് കരുതി. ഇന്നലെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതൊരു ഇവിടെ ഒന്ന് പറയണമെന്ന്. അത് മറക്കാതിരിക്കാനാണ് നമ്മളിപ്പോ EFT അല്ലേ, ആ ടാപ്പിംഗ് ഒന്ന് മറക്കാതിരിക്കാൻ വേണ്ടി വന്നതായിരിക്കാം. അതെ, ടാപ്പ് ചെയ്ത് നല്ല പോലെ പിന്നെ എനിക്ക് ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഒരു മാറ്റം വന്നു. എന്നിട്ട് എന്റെ ഉമ്മാനോട് പറയുകയും ചെയ്ത്, പറഞ്ഞാ അവര് ചിരിക്കുക ചെയ്യാ. എങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നലെ എല്ലാവർക്കും പേടി, രാത്രി ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ എന്നെ ആശ്രയിക്കാനൊന്നും. പക്ഷെ എനിക്ക് ഈ ടൂൾ ഉണ്ടായതുകൊണ്ട് അൽഹംദുലില്ലാ കൺഗ്രാജുലേഷൻസ്. അപ്പൊ ഇതുപോലെയുള്ള നീർക്കെട്ടോ അല്ലെങ്കിൽ സൈനസൈറ്റിസോ മൈഗ്രെയിൻ്റെ ഒക്കെ വേദനയൊക്കെ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് മാറും. അത് അനുഭവസ്ഥ ഞാൻ തന്നെയാണ്. എൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ നമ്മുടെ സിറമാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ, സിറമാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും കേട്ടോ. അപ്പം ആരെങ്കിലും നമ്മുടെ കോഴ്സിൽ ഇത് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, കോഴ്സിനെ കുറിച്ച് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ഇതുപോലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽത്തിൽ മാത്രമല്ല, വെൽത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും
ഒക്കെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു അടിപൊളി ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, മുഹമ്മദ് മാസ്റ്റർ, കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. ഹലോ, ഗുഡ് കേൾക്കുന്നുണ്ടോ? മോർണിംഗ്. ആ ഗുഡ് പറഞ്ഞോളൂ. മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? ഓ കേൾക്കുന്നുണ്ട് മാസ്റ്റർ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ആ, ഞാൻ വളരെ കുറേയായി വരാത്തത്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സുകളൊക്കെ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. ഇപ്പൊ അഡ്വാൻസ് ചെയ്യണമെന്നുണ്ട്. ഹസീമിയാണ് എന്റെ പിന്നെ മാം. 7ാമത്തെ വെച്ചില് പേര് കൊടുത്തിട്ടുണ്ട്, അഡ്വാൻസ് അയച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പൈസ 2 ദിവസം കൊണ്ട് അയക്കും. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ട് വളരെ മാറ്റങ്ങളുണ്ട്, വളരെ മാറ്റങ്ങളുണ്ട്. ഞാൻ ഇതിപ്പോ അധികം ആയിട്ടില്ലല്ലോ, ഞാൻ 7ാമത്തെ വെച്ചിൽ ചേർന്നതാണ്. പക്ഷേ 3-4 ഏകദേശം 4 മാസമായിട്ടുണ്ടാവും. 4 മാസം കൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റമാണ്. ഗുളികകളൊക്കെ നിർത്തി. പ്രഷറിന്റെ ഗുളിക കഴിക്കാറുണ്ടായിരുന്നു, ഷുഗറിന് കഴിക്കാറുണ്ടായിരുന്നു, അതൊക്കെ നിർത്തി. ഇനിയിപ്പം അഡ്വാൻസിൽ വരണം. അഡ്വാൻസിൽ വന്ന റഫീഖ് സാറോട് കാര്യങ്ങളൊക്കെ ഒന്ന് മുഖേന സംസാരിക്കല്ലോ. എനിക്ക് മീറ്റപ്പിനും മറ്റേ ഇതിലൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മകന്റെ അടുത്ത് പെട്ടെന്ന് പോകേണ്ടി വന്നു, സലാല, ഒമാനിൽ സലാല. അങ്ങനെ ഇപ്പൊ കേൾക്കുന്നില്ലേ നിങ്ങള്? ഓ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഇപ്പം പിന്നെ അവിടെ ആ സമയത്തായിരുന്നു മീറ്റപ്പ് ഇതൊക്കെ നടന്നത്. അപ്പം സാറെ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഏതായാലും ഈ അഡ്വാൻസ് കോഴ്സിന് വന്ന് ഞാൻ കാണാല്ലോ. എനിക്ക് അടുത്ത, ഞാൻ പേരാവൂരാണ്, ഇവിടുത്തെ അടുത്ത ഒരു 1/2-3 മണിക്കൂർ വൈത്തിരി എത്താൻ പറ്റും. ഓക്കെ, ശരി. സന്തോഷം, വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ്, സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഏറ്റവും പ്രായമുള്ള ആള് ഞാനായിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പക്ഷേ എന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഇപ്പൊ വളരെ ഹാപ്പിയാണ്. ഒരു 10-30 വയസ്സിന്റെ ഒരു എനർജറ്റിക് എനിക്ക് നല്ല സന്തോഷമായി ജീവിക്കും. എല്ലാം കൊണ്ട് കാര്യം EFT ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാല് ഇതിലെല്ലാരും വന്നോളൂ. ഓൾറെഡി ഞാൻ എന്നെ ആരും കൊണ്ടുവന്നില്ല. ഞാൻ ഫേസ്ബുക്കിലെ കൂടി ഇത് കണ്ട് അത് മനസ്സിലാക്കി ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത ശേഷം എനിക്ക് മാറ്റങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നി ഇനി അഡ്വാൻസ് കൂടി ചെയ്താൽ കൂടുതൽ മാറ്റാവും. അങ്ങനെ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇനി ജീവിതാവസാനം വരെ ഇതിൽ തന്നെ, ഇതിൽ ഇങ്ങനെ പോകും. നിങ്ങള് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങള് പിന്നെ ടീച്ചറാണല്ലോ, എവിടെയായിരുന്നു? റിട്ടയർഡ് ടീച്ചറാണ് ഞാൻ. എന്റെ നാട്ടിൽ തന്നെ പേരാവൂർ ഗവൺമെന്റ് UP സ്കൂളിലായിട്ട് ഞാൻ ജോലി ചെയ്ത്. അവിടെ നിന്നാണ് 2007 റിട്ടയർ ചെയ്തതാണ്. 2007 റിട്ടയർ ചെയ്തത്. ഓക്കെ, ഒരുപാട് സന്തോഷം സാർ, ഒരുപാട് സന്തോഷം. ഇതിൽ വരാനുള്ള ഒരു അവസരം, ഒരു നിമിത്തം അതുണ്ടായതാണ്. അതിലാണ് ഈ പ്ലാറ്റ്ഫോമിൽ എത്താൻ കഴിഞ്ഞതിൽ ദൈവത്തിനോട് എത്ര കോടി നന്ദി പറഞ്ഞാലും മതിയാവും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും അഫർമേഷനും ഒക്കെയാണ് നമ്മളെ ടൂൾസ്. അതാണ് നമ്മളെ മരുന്ന്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ, മുന്നോട്ട് പോയിക്കോളും. ഇപ്പൊ എനിക്ക് ശരിക്കും ഇതിനെപ്പറ്റി മനസ്സിലായി. ഇനി അഡ്വാൻസ് കൂടി കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലായി. അപ്പൊ ഇതാ ഞാൻ അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒറ്റക്കാണ് താമസിക്കുന്നത്. എന്റെ വൈഫും മൂത്ത മകളും പിന്നെ വൈഫും ഒക്കെ മരണപ്പെട്ടു പോയിരുന്നു. അത് 2013 അവർ മരണപ്പെട്ടു, ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയത്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ, ഞാൻ അതിനു മുമ്പ് നല്ല എനർജറ്റിക് ആയിരുന്നു. പിന്നെ ഞാൻ ഡൗൺ ആയി. പിന്നെ ആ പഴയ പൊസിഷനിലേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ആളായി മാറി. അത് എനിക്കറിയാട്ടോ, വളരെ സന്തോഷം. നിങ്ങളുടെ മീറ്റപ്പിന് ഇവിടെ ഇല്ലാത്തതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിൽ നിങ്ങൾ കുറച്ച് ഇതുണ്ടായിരുന്നു, അതൊക്കെ എനിക്കറിയാം. അപ്പൊ അഡ്വാൻസിലേക്ക് വരുന്ന ഒരുപാട് സന്തോഷം. നിങ്ങളെ വളരെയധികം നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അസീമാന്റെ നല്ല സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ട്. അതെ, അസീമ ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര സപ്പോർട്ടാണ് അസീമയ്ക്ക്. അസീമയ്ക്ക് നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ നന്നായിട്ട് ഡീൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് ഒരുപാട് പോലെ ഒരാളുണ്ട്, വേറൊരാളുണ്ട്, ഗംഗാധരൻ മാഷ്. എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് സംസാരിക്കണ്ട അസീമാനോട്. അപ്പൊ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പോലെയുള്ള ആളുകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് നിങ്ങളെ പോലെ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കലുണ്ട്. എല്ലാ ദിവസവും ക്ലാസ് കേൾക്കും. പിന്നെ സംസാരിക്കലില്ല. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരുടെ സംസാരം കേൾക്കുമ്പോൾ ഭയങ്കര രസം. അതിങ്ങനെ കേൾക്കും. അവർക്ക് നമ്മൾ സമയം കൊടുക്കാന്ന് ചോദിച്ചിട്ട് മാറിയിക്കല. കാരണം നമ്മൾ പറയുന്നു, അവര് പറയുന്നു, നമ്മൾ പറയുന്നു വ്യത്യാസമൊന്നുമില്ല. ഏകദേശം പോയിന്റുകളൊക്കെ കിട്ടുന്നു, അവരെന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വരാറില്ല. വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ. ഇപ്പൊ ഇന്ന് എനിക്ക് വരണോ തോന്നി. കാരണം ഞാൻ അഡ്വാൻസിൽ വരുന്ന കാര്യം നിങ്ങളെ തസ്ലീമ മാഡത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്ലാസ്സും നല്ല പെർഫോമൻസ് ആണ് നിങ്ങൾ. അതുപോലെ നിങ്ങളാണ് ഫസ്റ്റ് പേഴ്സൺ ആയി നിങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തായാലും സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വന്നത്. താങ്ക് യു വെരി മച്ച്. നമുക്ക് കാണാം, ATCയിൽ കാണാം, അഡ്വാൻസിൽ കാണാലോ. അഡ്വാൻസിൽ കാണാം. ഒരുപാട് സന്തോഷം മുഹമ്മദ് മാസ്റ്റർ.
നിങ്ങളെ ഓക്കെ. കണ്ടതിൽ ഞങ്ങൾക്ക്, കാരണം കണ്ട കുറെ നാളുകൾ കാണാത്ത ആളുകൾ വീണ്ടും വരുമ്പോൾ വളരെ സന്തോഷം. അതേപോലെ ഇങ്ങനെ മാറി നിൽക്കുന്ന അതെ ആളുകൾ ഇടയ്ക്ക് വരും. മുഹമ്മദ് മാസ്റ്റർ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷമാണ്. ഓക്കെ, അതെ അപ്പൊ അതെ ഇടയ്ക്കിടയ്ക്ക് അതെ വരണം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മാറി നിൽക്കരുത്. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് അതെ ഇങ്ങനെ അതെ വരണം. അതേപോലെ എന്നും അതെ സംസാരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാ, നമ്മുടെ അതെ പഴയ അതെ ആളുകൾക്ക് അല്ലെങ്കിൽ പുതിയ അതെ ആളുകൾക്ക് ഒരു ചാൻസ് കൊടുക്കുക. നിങ്ങൾ അതെ ഫസ്റ്റ് ഹാൻഡ് എന്റെ റൈസ്. അതെ 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 ഓക്കെ, അതെ താങ്ക് യു സോ മച്ച്. എന്റെ പെൻഷൻ ഗ്രൂപ്പിൽ ഞാൻ എപ്പോഴും ഇതിനെപ്പറ്റി ക്ലാസ് എടുക്കാറുണ്ട്. അവിടെ ആ മീറ്റിംഗ് എല്ലാ മാസം 10-ാം തീയതി 1300 ആൾക്കാരുള്ള കേരള സംസ്ഥാനത്തിന്റെ മൊത്തം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അപ്പോ നല്ല KSSP എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പെൻഷൻ സംഘടനയുണ്ട്. അതിലൊക്കെ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ വന്നോളൂ, നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവര് വന്നോളൂ. ഇതിനെപ്പറ്റി ശരിക്കും ഞാനിപ്പോ അങ്ങനെയല്ല വന്നത്. എന്നെ ആരും പ്രസ് ചെയ്തിട്ട് ആരും പറഞ്ഞിട്ടല്ല, സ്വന്തമായിട്ട് വരും. ഇത് ഉഷാറാവണം. ഇതിലെ കൂടി ഇത് ഞാൻ കണ്ടെടുത്ത് ലോകത്തിലേക്കും വെച്ചിട്ട് ഏറ്റവും വലിയ ഒരു ഇത് തന്നെ ഏറ്റവും നല്ലൊരു ഒരു ഒരു മോട്ടിവേഷൻ. ഇത്രയും നല്ല മോട്ടിവേഷൻ ക്ലാസ് ഞാൻ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് മുമ്പ്. പക്ഷെ അതല്ല ഇതാണ് ശരിക്കും ഉള്ളത്. അത് നമുക്ക് മര്യാദയ്ക്ക് ഇബാദത്ത് ചെയ്യാനും കഴിയും. നമ്മളെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ചെയ്യാൻ കഴിഞ്ഞ് ഇതിൽ വന്നതിന് ശേഷം. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു സോ മച്ച് മുഹമ്മദ് മാസ്റ്റർ. ഒരുപാട് എനർജി, നിങ്ങളുടെ വാക്കുകൾ നമുക്ക് ഒരുപാട് എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഞങ്ങൾക്കൊക്കെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലൂടെ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. ഓക്കെ, നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഇതിലേക്ക് വരുന്നത് തന്നെ വലിയ കാരണം ഒരു റിട്ടയർഡ് മാഷാണ്. അപ്പൊ ആ ഒരു റെസ്പെക്റ്റും ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഏജിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങളെ പോലെയുള്ള ആളുകള്, നിങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ ഉള്ള ആളുകളെയൊക്കെ ഒരുപാട് ആളുകളിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കുക. കാരണം അവരൊക്കെ ഒറ്റപ്പെടൽ, നിങ്ങളിപ്പോ നിങ്ങളെ പോലെ തന്നെ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന, അല്ലെ, ലോകത്തിലെ ഏറ്റവും വലിയ പെയിന് ഒറ്റപ്പെടലാണെന്ന് പറയാറുണ്ട്. അതുപോലെ അനുഭവിക്കുന്ന അസുഖങ്ങള് വാങ്ങിച്ചു കൂട്ടുന്ന കുറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലേ? ഇങ്ങനെ വൈഫ് മരിച്ച, ഹസ്ബൻഡുമാരില്ലാത്ത, മക്കള് ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ ഇത് നല്ലൊരു എന്താ പറയാ, ഉപകാരപ്രദമാകുന്ന ഒരു ഫീൽഡ് തന്നെയാവും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മോർണിംഗ് ക്ലാസ് മാത്രം അവർ കേൾക്കട്ടെ. ഓക്കെ, എല്ലാവരിലേക്കും നിങ്ങൾ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് മുഹമ്മദ് മാസ്റ്റർ. താങ്ക് യു, താങ്ക് യു. രാജി മാം, രാജി മാം ആണോ സാറാണോ? ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഞാൻ 11ാമത്തെ ഭാഷയിലാണ് വന്നത്. റബീഖ് സാറിനും ശ്രീലേഖ മാത്തിനും രാജലക്ഷ്മി മാത്തിനോടൊക്കെ ഞാൻ ചോദിച്ചിട്ടാണ് ഇതിനകത്ത് കയറിയത്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഭയങ്കര വെരിക്കോസ് വെയിന്, തൈറോയിഡ്, ടെൻഷൻ, ആങ്സൈറ്റി, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാത്തിലും നല്ല മാറ്റമുണ്ട് ഇപ്പോ. എല്ലാരോടും ഒരുപാട് നന്ദി, ഒരുപാട്. ഞാൻ ഇത് 7 മാസം കൊണ്ട് വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ വിചാരിച്ചു എന്നാ ഇതൊന്ന് എടുത്തു മാറ്റാം. പിന്നെ അഫർമേഷൻ ഒക്കെ എന്റേതായ രീതിയിലൊക്കെ ഞാൻ എഴുതുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ഇതുപോലെ എടുത്തു മാറ്റി കണ്ണാടി. അപ്പൊ എനിക്ക് പിന്നെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിനകത്ത് ചേർന്നത്. പിന്നെ രാജലക്ഷ്മി മാത്തിനോടൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചു. അങ്ങനെയാണ് പിന്നെ ഇതിനകത്ത് ചേർന്ന്. ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട്. ആരോഗ്യത്തിലാണെങ്കിലും എല്ലാത്തിലും നല്ല അറിവുകളും എല്ലാം രാജി ലഭിച്ചപ്പോൾ മാം നല്ല വീഡിയോയിൽ ഒന്ന് വ്യത്യാസമുണ്ട്. വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. രാജി മാം ഇതിനെ എങ്ങനെ നമ്മുടെ ഇതിൽ സംസാരിക്കുമ്പോ ഒന്ന് വീഡിയോയിൽ ഒന്ന് വലിയ സന്തോഷമാണ് നിങ്ങളെ കാണുമ്പോ കേട്ടോ. ഓക്കെ, വീഡിയോയിൽ വരാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ആ ഒരു കുറച്ച് നേരത്തേക്ക് ആ ഒരു 1 മിനിറ്റ്. ഓ, ഇത്രയും നല്ല മുഖം ഞാനിവിടെ വെച്ചുകൊണ്ടാണ് ഡ്യൂട്ടിയിലാണ്. ഞാൻ മാർക്കറ്റ് നിൽക്കുന്നത്. ഡൽഹിയിൽ ഡ്യൂട്ടി ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം. അതുകൊണ്ട് അഡ്രസ് ചെയ്തിട്ട് പിന്നെ ഓഫ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും എന്താണ് ഒരുപാട് നന്ദി. ചെയ്യുന്നത്? രാജി മാം എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നേഴ്സാ. നേഴ്സാണ്. ഓക്കെ. എല്ലാ വീഡിയോയും, എല്ലാ മോർണിംഗ് ക്ലാസ് എല്ലാം കാണാറുണ്ട്. എല്ലാത്തിലും നല്ല വ്യത്യാസമുണ്ട്. ആരോഗ്യം മൊത്തമായിട്ട് തിരിച്ചു കിട്ടിയില്ലെങ്കിലും നല്ല വ്യത്യാസമുണ്ട്. എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട് റബീഖ് സാറിനും. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട്. റബീഖ് സാറിനും ശ്രീലേഖ മാത്തിനും എല്ലാ PCMമാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ATCയിൽ എല്ലാവരും സംസാരിച്ചു. ഒരുപാട് സന്തോഷം നിങ്ങളുടെ മാറ്റങ്ങൾ അറിഞ്ഞതില്. മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. എല്ലാവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോ ഇനിയും ഇതുപോലെയുള്ള ATC നമ്മുടെ നെക്സ്റ്റ് സാറ്റർഡേ നമ്മുടെ സ്പെഷ്യൽ ATC ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്പെഷ്യൽ ATCയുടെ ലിങ്ക് എല്ലാവരിലേക്കും നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോ ഇനി ഹാൻഡ് റൈസ് ചെയ്യല്ലേ കേട്ടോ. നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം.
ഓക്കെ, ഹസീന മാമിനും കൂടെ ഞാനൊരു ഓപ്ഷൻ തരാം. ഞാൻ ഹാൻഡ് റൈസ് ചെയ്യല്ലേ, 8 മണിയാവും. നമ്മുടെ 7:30 വരെയാണ് നമ്മുടെ ടൈം. ഓക്കെ, ഹസീന മാം ഒന്ന് തിരിച്ച് സംസാരിച്ചോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് മാം. ഞാൻ നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു, പക്ഷെ ഇടയ്ക്ക് അത് പോയി തോന്നുന്നു, അതാ കിട്ടാൻ. ഞാൻ നോക്കിയിരിക്കുവായിരുന്നു, ഞാൻ വരും ഓർത്തോണ്ടേ. ഓക്കെ, തിരിച്ച് സംസാരിച്ചോളൂ. ഞാൻ ടൈം ഒത്തിരി എക്സീഡ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല മാം. ഞാൻ നല്ല ക്ലാസ് ആയിരുന്നു, അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെ എന്റെ മോന് നാളെ ജോലിക്കായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, അത് നല്ലൊരു ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ വിഷിൽ ചെയ്യുന്നുണ്ട്. മാമ ഒന്ന് പ്രത്യേകം വിഷിൽ ചെയ്യണം, അത് പറയാനായിട്ടാണ് വന്നത്. ഓക്കെ, തീർച്ചയായും. പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദരിസ്ഥാനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണുകൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോഗ്യനാവിന്റെ പടികടന്നെത്തുന്ന പദരിസ്ഥാനം, പടികടന്നെത്തുന്ന പദരിസ്ഥാനം. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. അപ്പൊ സീന മാമിന്റെ അടിപൊളി ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഈ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നല്ല മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാക്കുക. ഞാരെങ്കിലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ ഈ ലിങ്ക് അയച്ചതെന്ന് അവർ ത്രൂ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ അയച്ച നമ്പർ ഉണ്ട്, അതിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് ഇനി ചാറ്റ് ബോക്സിൽ കൊടുക്കാൻ നേരമില്ല, നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. Thank you, ma'am. Thank you, Tasmi ma'am. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you so much. Thank you, ma'am. Thank you, ma'am. Give my happy birthday. അടിപൊളി Happy meditation, birthday. ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.